لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم പ്രിയങ്കരരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ഏതൊരു നന്മ നിറഞ്ഞ സംഗമവും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാകമാരുടെ സാന്നിധ്യമുള്ളതാണ് എന്ന ശക്തമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതീവ ഗൗരവമായ ചില വിഷയങ്ങളിലേക്ക് നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ കൗടംബികമായ പ്രാസ്ഥാനികമായ അഥവാ അള്ളാഹു വിലക്കിയ ഹിസ്ബിയത്തിൽ അധിഷ്ഠിതമായ ചിന്തകളില്ലാതെ ചില മൗലികമായ കാര്യങ്ങൾ സമയബന്ധിതമായി സൂചിപ്പിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അള്ളാഹുവേ, സത്യം സത്യമായി പറയുവാനും സൂക്ഷ്മമായി വിലയിരുത്തുവാനും യാതൊരു വെറുപ്പുമില്ലാതെ ഈ കാര്യത്തെ അവതരിപ്പിക്കുവാനും അല്ലാഹുവേ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഇതിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളാനുള്ള വിശാലമായ തിരിച്ചറിവ്, വകതിരിവ് അല്ലാഹുവേ നീ നൽകണമേ എന്ന പ്രാർത്ഥനയോടെ ലോകത്ത് മനുഷ്യർ ഒരുപാട് ആളുകൾ ജീവിച്ച് മരിച്ച് മണ്ണിൻ്റെ ഭാഗമായി തീർന്നു. സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ അറിയാത്ത, പ്രവാചകനെ അറിയാത്ത, ഇസ്ലാമിനെ അറിയാത്ത, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്തൊരു ആശയമാണ്. എന്താ അവിടെ പറയുന്നത്? ആ സംഭവത്തെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അള്ളാഹുവിനെ ഞാൻ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഇസ്ലാമിനെ മതമായി ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, പ്രവാചകനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ എൻ്റെ മാതൃകാ പ്രവാചകനായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയാൻ അവസരമില്ലാതെ മരിച്ചുപോയ കോടിക്കണക്കായ മനുഷ്യർ ഈ മണ്ണിൽ കഴിഞ്ഞുപോയി. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിയാത്ത കോടിക്കണക്കിന് മനുഷ്യർ ഈ മണ്ണിൽ ജീവിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, നാളെ അവർ വരും. നരകത്തിൻ്റെ അഗ്നിനാളങ്ങളിൽ ഭയചകിതമായ വേദനകളിൽ അവർ കഴിഞ്ഞുകൂടും. എന്നവർ പറയും, അല്ലാഹുവേ
അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളെ നശിപ്പിച്ച, ഞങ്ങളെ വഴിതെറ്റിച്ച ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു. പടച്ചോനെ, ഞങ്ങൾക്ക് ഈ ആദർശമോ ആശയമോ എത്തിച്ചു തരാൻ ആളില്ലാത്ത, അറിയാത്ത, ഞങ്ങളെ ക്യാൻവാസ് ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പടച്ചോനെ എന്ന് മനുഷ്യരവിടുന്ന് പറയും. ഞാൻ വളരെ ഗൗരവമായി, വളരെ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. പ്രവാചകന്മാർ ലോകത്ത് വന്ന് അള്ളാഹു അവരെ തെരഞ്ഞെടുത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് അവർ കടന്നു ചെല്ലുമ്പോൾ ആത്മാർത്ഥമായിരുന്നു അവരുടെ മനസ്സ്. ഒരാളെങ്കിലും ഇത് സ്വീകരിച്ചിരുന്നുവെങ്കിൽ എന്ന് വെമ്പൽ കൊള്ളുന്ന ഒരു മനസ്സ് അവർക്കുണ്ടായിരുന്നു. എല്ലാവർക്കും സുപരിചിതമായ 2 ഖുർആനിക വചനം പറയാൻ ഞാൻ. വജാഅ മിൻ അക്സൽ മദീനത്തി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിൽ മുർസലീൻ ഇത്തബിയു മല്ലാ യസ്അലുകും അജ്റാ വഹും മുഹ്തദൂൻ. മനോഹരമായ, ഇത്ര ഹൃദയാരിയായ ഒരു വാചകം ലോകത്ത് വേറെ എന്താ? 3 പ്രവാചകന്മാർ വന്നു. ആ പ്രവാചകന്മാർ ജനങ്ങളെ സത്യദീനിലേക്ക് ക്ഷണിച്ചു. ആ പ്രവാചകന്മാരെ അവർ തള്ളിക്കളഞ്ഞു. ആ നാട്ടിന്റെ, പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് ഒരു മനുഷ്യൻ ആ പ്രവാചകന്മാരെ ശരിക്കും ശ്രദ്ധിച്ചു. എന്താണ് അവർ ജനങ്ങളോട് പറയുന്നത് എന്ന് വേറിട്ട് അവർ ചിന്തിച്ചു. ഭൗതികമായൊരു താല്പര്യവുമില്ലാത്ത, പ്രതിഫലം ചോദിക്കാതെ മനുഷ്യരെ നന്മയിലേക്ക് നയിച്ച ആ പ്രവാചകന്മാരുടെ നന്മ അവർ ഉൾക്കൊണ്ടു. പിന്നെ ഈ സസ്സിലേക്ക് ആളുകൾ വരും. ഈ സസ്സിന്ന് ആളുകൾ എഴുന്നേറ്റ് പോകും. അത് ശ്രദ്ധിക്കരുത്. എനിക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കണം. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു സസ്സിൽ വന്നിട്ട് കാഴ്ച കാണാൻ വന്നവരല്ല നിങ്ങൾ. അങ്ങനെ ആവരുത്. നമ്മളിവിടെ മാത്രം ശ്രദ്ധിക്കുന്നവരായി നോക്കി നിങ്ങൾ ജീവിതത്തിൽ തട്ടും, മനസ്സ് തട്ടും. അതിനെ എതിർക്കാൻ കഴിയില്ല പിന്നെ മനുഷ്യനെ. അതുകൊണ്ട് ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത്. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. ആ പട്ടണത്തിന്റെ അങ്ങേയറ്റത്തുനിന്ന് ഒരാൾ ഓടി വന്നിട്ട് പറയാണ്, എന്താണ്? ജനങ്ങളെ അയാൾ വേറിട്ട് മനസ്സിലാക്കാൻ. നാടൻ മനുഷ്യനാണ്, ഒരു നാടൻ മനുഷ്യൻ ആണ്, ഒരാലിമല്ല, ഒരു മഹാപണ്ഡിതനല്ല. പ്രവാചകന്മാരോട് ശ്രദ്ധിച്ചവൻ മനസ്സിലായി, നമ്മളോട് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ട് ഇവർക്കൊന്നും കിട്ടാനില്ലല്ലോ, ഇവരൊന്നും ചോദിക്കണില്ലല്ലോ. എന്നിട്ട് പറയുന്നത് ഇത്തബിയുമല്ലാ യസ്അലുകും അജ്റാ വഹും മുഹ്തദൂൻ. ഇവരിങ്ങളോട് ഇതിന്റെ പേരിലൊന്നും ചോദിക്കണില്ലല്ലോ, ഒരു പ്രതിഫലം ഇവർ ആഗ്രഹിക്കണില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഇവരെ പിൻപറ്റിക്കോളി. അത്രേ അയാൾ പറഞ്ഞുള്ളൂ. എന്തേ ഉണ്ടായത്? അയാളെ കൊന്നു കളഞ്ഞു. ആ നാട്ടുകാരെ അയാളെ കൊന്നു കളഞ്ഞു. സുഹൃത്തുക്കളെ, പടച്ചോനാണ് ആ സംഭവം വിശദീകരിക്കുന്ന സൂറത്ത് യാസീനിലെ 22, 23 വചനം ഒന്ന് വായിച്ചു നോക്കിയേ. 36-ാം അധ്യായത്തിലെ. എന്നിട്ട് അയാൾ പറയാൻ, ആരാലാണോ കൊല്ലപ്പെട്ടത് അവരെ കുറിച്ച് അദ്ദേഹം പറയാൻ, അല്ലാഹുവേ, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചതെങ്ങാനും അവരറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആ കൊല്ലപ്പെട്ടവരെ പറ്റി അയാൾ ആഗ്രഹിക്കുക. അതാണ് വിശ്വാസി. അതാണ് വിശ്വാസി. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സുഖങ്ങൾ കൂടിപ്പോയവരാണ് നമ്മൾ, ആനന്ദങ്ങൾ കൂടിപ്പോയവരാണ്, ഭൗതിക ലോകത്തിന്റെ പ്രമത്തതകളിൽ കണ്ണഞ്ചിപ്പോയവരാണ് നമ്മൾ, അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കി. ഖുർആനിലെ 18-ാം അധ്യായം 7-ാമത്തെ വചനമാണ്. എന്താ പറഞ്ഞ്? ഈ ഭൂമി അലങ്കാരങ്ങളുടെ, മോടിയുടെ, സൗഭാഗ്യത്തിന്റെ, സൗന്ദര്യത്തിന്റെ എല്ലാം അർത്ഥത്തിലും അത് പുത്തുല്ലസിച്ച് പരിലസിച്ചു നിന്നത് മനുഷ്യരെ അതിൽ കണ്ണഞ്ചി പോകാനല്ല. ലിയബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. നിങ്ങളിൽ, ആ വാചകം നോക്കിയ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കാനാണ്, അല്ലേ? അള്ളാഹു നമ്മൾക്കൊരു പരീക്ഷണം ഇട്ടിരിക്കുകയാണ് ഈ ഭൂമിയിൽ. ആരാ നല്ലത് പ്രവർത്തിക്കുന്നു നോക്കാൻ. സൂറത്ത് ഖാഫിലെ 7-ാമത്തെ വചനമാണ്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. പൊന്തി നിൽക്കുന്ന 2 മാർഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്നിരുന്നു. 2 സുന്ദരമായ മാർഗങ്ങൾ. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നന്ദിയുള്ളവരായിട്ട് ജീവിക്കാം,
അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്ദി കെട്ടവരായിട്ടും ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിക്കാം എന്ന് അല്ലാഹു പറയുന്നു. സൂറത്ത് ഇൻസാൻ 76-ാം അധ്യായം 3-ാമത്തെ വചനം. വേറെ സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. ലാത്തൊരു വാക്കാണ്. സൂറത്ത് മുൽക്കിൽ 67-ാം അധ്യായത്തിലെ 2-ാമത്തെ വാചകമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, മരണത്തെയും ജീവിതത്തെയും നിങ്ങൾക്ക് സൃഷ്ടിച്ചത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നത് പരിശോധിക്കാനാണ്. ഇനി ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കാം, കേരളത്തിന്റെ പല നാടുകളിലും വ്യത്യസ്ത ജില്ലകളിൽ വ്യത്യസ്ത മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചവരാണ് നമ്മൾ. ആശയമാണ് നമ്മളവിടെ എത്തിച്ചത്, ആദർശമാണ് നമ്മളിവിടെ എത്തിച്ചത് അല്ലേ? കുടുംബ ബന്ധത്തെക്കാളും വലിയ ബന്ധം എന്താ? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചെറുപ്പക്കാരനുണ്ട് കണ്ണൂര്. യുവത്വത്തിന്റെ കാലഘട്ടത്തിൽ ജീവിതത്തിൽ പലതുമായി ജീവിച്ചൊരു ചെറുപ്പക്കാരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവിടെ ചെന്ന് പോരുമ്പോൾ എനിക്ക് കരച്ചിൽ വരികയാണ്. ഞാനും കരഞ്ഞു, അവനും കരഞ്ഞു. എന്താ? എൻ്റെ അമ്മായിൻ്റെ മോനല്ല, എൻ്റെ ജ്യേഷ്ഠനല്ല, അനുജനല്ല, രക്തബന്ധമില്ല ഞങ്ങൾ തമ്മിൽ. പക്ഷെ ആദർശബന്ധം മനുഷ്യനെ കരയിപ്പിക്കില്ലേ? ആദർശബന്ധം മനുഷ്യനെ വല്ലാതെ ഒലച്ചു കളയൂലേ? ഉണ്ട് സുഹൃത്തുക്കളെ, ഉണ്ട്. അതിന് തുല്യമായ ഒരു ബന്ധവും. അതുകൊണ്ടല്ലേ നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹ് പറഞ്ഞു, ആരാ പറഞ്ഞവൻ എൻ്റെ കുടുംബക്കാരനാണ്? സ്വന്തം ബീജത്ത് പറഞ്ഞ മോനെ കുറിച്ച്. അത് വല്ലാത്തൊരു വാക്കാണത്. 11-ാം അധ്യായം 40, 41, 42 വചനാണ്. എടുത്തു നോക്കി, സമയമില്ല എനിക്ക് അധ്യായ നമ്പറും വചന നമ്പറും പറഞ്ഞുതരാൻ. സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്, നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരൻ. പിന്നെ എന്താ പ്രസംഗിക്കാൻ കഴിഞ്ഞത്? ഒന്നുമില്ല, ആഗ്രഹമായിരുന്നു ജനങ്ങളോട് സത്യദീൻ പറയണമെന്നുള്ള ആഗ്രഹം. എന്തെങ്കിലും അറിവുണ്ടോ അത് നോക്കി പഠിച്ച് മനസ്സിലാക്കി. സുഹൃത്തുക്കളെ, രാവും പകലും ഇരുന്ന് പഠിക്കണം തോന്നിയപ്പോ ഒക്കെ വായിച്ചു നോക്കിയാണ് സുഹൃത്തുക്കളെ. വേറെ എന്താ അതിലുള്ളത്? പഠിക്കാനും മനസ്സിലാക്കാനും സന്നദ്ധത ഉണ്ടോ? അള്ളാഹു എളുപ്പാക്കി തരും, ഷുവർ. അള്ളാഹു അതിലേക്ക് വല്ലദീന ജഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബലനാ. ആരാ പരിശ്രമിക്കണേ ഓനെ എത്തിക്കുമല്ലോ അവിടെ. അങ്ങനെ ഒരു പരിശ്രമശാലികളാകാൻ നമുക്ക് സാധിക്കുമോ? അള്ളാഹുവിനെ അങ്ങോട്ട് ലക്ഷ്യം വെച്ചിട്ട് പടച്ചോനിലേക്ക് സാധിക്കും. ഒരു നിസ്കാരം പോലും മര്യാദയ്ക്ക് നിർവഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? റുക്കൂലി ശരിക്കും അടങ്ങി, സുജൂദിൽ ശരിക്കും അടങ്ങി, ആകാശഭൂമികളുടെ തമ്പുരാന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധ്യത്തോടെ പടച്ചോന്റെ മുമ്പിൽ ഇരുന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അള്ളാനെ ഓർത്തിട്ട് സുജൂദിന്ന് ഒരു തുള്ളി കണ്ണുനീർ ആ കാർപ്പറ്റിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വീണിട്ടുണ്ടോ? പടച്ചോന്റെ മുമ്പിൽ അള്ളാനെ സ്തുതിച്ചിട്ടും വായിച്ചിട്ടും ഇസ്തിഗ്ഫാർ നടത്തിയിട്ടും ഒരു തുള്ളി കണ്ണുനീർ നമ്മുടെ മുസല്ലയിൽ വീണിട്ടുണ്ടോ? ഇല്ല. ബാപ്പ മരിച്ചപ്പോ കരഞ്ഞിരുന്നില്ലേ എല്ലാരും? ഉമ്മ മരിച്ചപ്പോ കരഞ്ഞിരുന്നില്ലേ? മകൻ ആക്സിഡന്റിൽ മരിച്ചപ്പോ കരഞ്ഞിരുന്നില്ലേ? അള്ളാനെ ഓർത്തിട്ട് കരയുന്ന കണ്ണുകൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക്. പടച്ചോനെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞ കണ്ണ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓരോരുത്തരും അവനവന്റെ ആത്മാവിലേക്ക് ഒരു ടോർച്ച് അടിച്ചു നോക്കി മനുഷ്യന്മാരെ. അവനവന്റെ ആത്മാവിലേക്ക് ഒരു ടോർച്ച് അടിച്ചിട്ട് നോക്കി. അതൊരു അപാരമായിരിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. എനിക്ക് എത്ര ഖുർആൻ അറിയാം? ഏത് വിഷയം ചോദിച്ചാലും എനിക്ക് ആ ഖുർആനിക വചനം എവിടെയാ അതറിയോ? നിങ്ങൾക്കും എനിക്കും അതറിയോ? ആ വിഷയത്തിൽ എന്താ അള്ളാഹ് പറഞ്ഞതെന്നറിയോ? നമുക്ക് പഠിച്ചില്ല. നമ്മൾ ഇങ്ങനെ കേട്ടു, ഒരു ചെവിയിലൂടെ കേട്ടു, ഒരു ചെവിയിലൂടെ വിട്ടു. ആത്മാർത്ഥമായി മനസ്സിനെ ദീനിനു വേണ്ടി സമർപ്പിച്ച ഒരവസ്ഥ ഉണ്ടോ? നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ. വല്ലാത്തൊരു പ്രയോഗമാണ്. 2 സ്ഥലത്ത് ഖുർആൻ അത് പറയും അല്ലേ? ഖുർആനിലെ 41-ാം അധ്യായം 30-ാമത്തെ വചനം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക. തീർച്ചയായും അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുകയും പിന്നെ ഇസ്തിഖാമത്തോടുകൂടി തുടരുകയും ചെയ്തവർ, നേരെ ചൊവ്വേ നിന്നവർ, എല്ലാ കാര്യത്തിലും ദീന് പ്രാവർത്തിയാക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചവർ. അങ്ങനെ ആത്മാർത്ഥമായി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദീനുണ്ടാകണം എന്നാഗ്രഹിച്ച് ഇസ്തിഖാമത്തോടുകൂടി തുടരാൻ എന്നാ അള്ളാഹ് പറയാണ്, അവരിലേക്ക് അള്ളാഹുവിന്റെ മാലാകമാർ വരും. നിങ്ങൾ ഭയപ്പെടണ്ട, ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വരും. അങ്ങനെ വരുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാവോ? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന,
ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന് പറയുന്ന 89-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള ആ വചനത്തിൽ പറഞ്ഞ മുത്മയിന്നത്തായ ഒരു മനസ്സ് എനിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടോ? ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ടോ? പടച്ചോനിലേക്കെല്ലാം കൊടുക്കാൻ ദുനിയാവിൽ ഒന്നും നമുക്ക് അത്ര പ്രാധാന്യമല്ലാതായി തീരാൻ എന്തെന്ത് തിരക്കുകളാണ് ആളുകൾക്ക്. ഞാനിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചങ്ങാതിയെ ഈ കഴിഞ്ഞ ദിവസം ഒരു സദസ്സിൽ ഞാൻ അവനെ അന്വേഷിച്ചിട്ട് കിട്ടില്ല. അവൻ്റെ നമ്പർ വരില്ല, അവൻ ആദ്യമായിട്ട് ഇവിടെ വന്നാണ്. എന്നാൽ ഞാനിവിടെ ഉണ്ട് എന്ന് അവനറിയാലോ. വിളിച്ചാലും ഞാൻ അവനെ ചീത്ത പറഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞു. എൻ്റെ അവസ്ഥ ഇതാണ് മുജാഹിദ്, ഇങ്ങനെയാണ്. അപ്പം ഞാൻ അവനെ സമാധാനിപ്പിച്ച് 2 വട്ടം വിളിച്ചു. ഞാൻ അവനെ സാരല്ല മോനെ, എല്ലാം ശരിയാവും. എന്താ 95% ദുനിയാവിന് വേണ്ടി അങ്ങോട്ട് അങ്ങനെ പെട്ടുപോവുകയാണെങ്കിൽ ദുനിയാവ് എന്നുള്ള നിലക്ക് ഇന്നൊരു 10 റുപ്യ വന്നിട്ടില്ലേ ഒരു കുഴപ്പമില്ലാന്ന് അള്ളാഹു സമ്പന്നത കൊണ്ട് അനുഗ്രഹിച്ച ഒരു പോലെ എവിടെയാ? വഫീ ദാലിക ഫലിയതനാഫസിൽ മുതനാഫിസൂൻ നല്ല പറഞ്ഞ എവിടെയാ? വമിസാജുഹു മിൻ തസ്നീം ഐന യശ്റബു ബിഹൽ മുഖറബൂൻ. സാമീപ്യം സിദ്ധിച്ച ആളുകൾ കുടിക്കുന്ന സ്വർഗീയ പാനീയവും ആരാമവും ആസ്വദിക്കാൻ വഫീ ദാലിക ഫലിയതനാഫസിൽ മുതനാഫിസൂൻ. കടമത്സരങ്ങൾ നടത്തുന്നവർ ആ സ്വർഗത്തിന് വേണ്ടി കടമത്സരം നടത്തട്ടെ പറഞ്ഞിട്ട് ദുനിയാവിലെല്ലാം കഴിഞ്ഞിട്ട് 10 മിനിറ്റ് നമ്മൾ ആഖിറത്തിന് വേണ്ടി ചെലവഴിച്ചു. ആഖിറത്തിന് വേണ്ടി 95% ചെലവഴിച്ച് 5% ദുനിയാവിന് വേണ്ടിയല്ല. ബൽ തുസിറൂനൽ ഹയാത്തുദ് ദുനിയ വൽആഖിറതു ഖൈറും വഅബ്ഖാ. ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ദുനിയാവ് ദുനിയാവേ എന്ന് പറഞ്ഞതിനെ മാറ്റി വെച്ചിട്ട് ആഖിറത്തിന് വേണ്ടി ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കണം. വസ്ത്രം വേണം, ഭക്ഷണം വേണം, മക്കളെ പഠിപ്പിക്കണം, പ്രാഥമിക ആവശ്യങ്ങൾ വേണം, കയറി തലയക്കാനൊരു വേണം. അങ്ങനത്തേനപ്പുറത്തേക്ക് ദുനിയാവ് മാത്രമായിട്ടാണെങ്കിൽ വലിയ പ്രശ്നമാണ്. ദുനിയാവ് ശ്രദ്ധിക്കണ്ട, ആഖിറ അതിനേക്കാൾ ശ്രദ്ധിക്കണ്ടോ? എന്നാ രക്ഷപ്പെട്ട് ഏത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അള്ളാഹുവിലേക്ക് നമുക്ക് ഒരുപാട് ക്ലാസ്സുകളാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റിയത് അല്ലേ? സിലാഗ് റേഡിയോയിലൂടെ, ബൈലക്സ് മെസ്സഞ്ചറിലൂടെ, എന്തെല്ലാം മീഡിയകളുണ്ടോ അതിൽ അനവധി ക്ലാസ്സുകളാണ് വിജ്ഞാനത്തിന്റെ ഒരു ലോകത്തേക്ക് സാധാരണക്കാരായ മനുഷ്യർ കൈപിടിച്ചുയർത്താൻ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ കൂട്ടായ്മക്ക് സാധിച്ചത് ഇല്ലേ? അങ്ങനെ എത്ര മനുഷ്യർ ഈ ഭൂമുഖത്തുണ്ട്? ഒന്നും അറിയാത്തവര്, ജീവിതത്തിൽ ഒന്നും അറിയാത്തവര്, പലതും അവർ പഠിച്ചിട്ടില്ല. ഒരാള് കൃത്യമായിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടില്ലേ, അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഒരുപാട് പണ്ഡിതന്മാരൊക്കെ അവിടെ ഇരുന്നൊരു വീടായി ഇത്, ആരും പറഞ്ഞില്ല. ഞാനൊരു വലിയ മുമ്പിച്ചൊരു തറവാട്ടിൽ ഒരു നേരം ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് ചെന്നു. അപ്പം ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ആ മുറ്റത്ത് നോക്കുമ്പോൾ അയാളുടെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും വലിയൊരു ഫോട്ടോ വലിയ ഫ്രെയിം ചെയ്തിട്ട് വീടിൻ്റെ മുന്നിൽ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളോട് സ്നേഹമാണ്, നിങ്ങളെന്നെ ഇഷ്ടമുള്ളതുകൊണ്ട് വിളിച്ചാണ്. പക്ഷേ ഞാനിവിടുന്ന് കൊലായിലേക്ക് കയറണമെങ്കിൽ ഈ നിൽക്കണ ഈ സാധനം എടുത്തെടുത്ത് മാറ്റണം. ചോദിച്ചാൽ എന്താ അങ്ങനെ? എൻ്റെ അമ്മയും എൻ്റെ അപ്പയാണ്, എനിക്ക് അവരോട് വലിയ ഇഷ്ടമാണ്, ഞാൻ അവരെ ഓർക്കാൻ വേണ്ടി വെച്ചാണ്, വേറൊന്നും അതിലില്ല. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? അള്ളാഹിനോടാണോ ഉമ്മാനോടാണോ? അപ്പോൾ എനിക്ക് അള്ളാഹിനോടാണ്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? അള്ളാഹുവിൻ്റെ റസൂലിനോടാണ്. ശരി, അള്ളാഹിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടോ? ഇല്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ സ്നേഹത്തിന് എന്തെങ്കിലും ഒരു കുറവുണ്ടായി? ഇല്ല. ഏറ്റവും പ്രിയങ്കരർ അവരായോ? ആയി. ആ ഫോട്ടോ വെച്ചിട്ടാ? അല്ല. എങ്കിൽ ബാപ്പാന്റെ ഇമ്മാന്റെയും ഫോട്ടോ വെക്കേണ്ടതുണ്ടോ? അത് മനസ്സിലായി. എന്നിട്ട് അയാൾ എന്നോടൊരു കാര്യം പറഞ്ഞു. വലിയ വലിയ രാഷ്ട്രീയത്തിലെ തങ്ങന്മാർ മുതൽ കേരളത്തിലെ എല്ലാ സംഘടനയും പണ്ഡിതന്മാർ ചോറ് തിന്ന വീടാണ്. അത്ര പ്രമുഖമായ ഒരു പഴയ തറവാട്. ഒരു മനുഷ്യനും എന്നോട് ഇത് പറഞ്ഞിട്ടില്ല. അയാളത് എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് എന്നെ കയറി. അയാൾ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, എനിക്ക് അള്ളാഹുവിന്റെ ശിക്ഷ കിട്ടുന്നതാണ് ഈ പണി, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ എടുത്തു. അങ്ങനെ എത്ര ആളുണ്ട് അറിഞ്ഞുകൂടാ അവർക്ക്. അവരെ നമ്മൾ വിമർശിക്കുമ്പോൾ അവർക്ക് അറിഞ്ഞുകൂടാ. നരയാണിയുടെ താഴത്ത് കൂടെ ഡ്രസ്സ് വലിച്ചു പോകുന്ന ഒരാള്, അയാൾക്ക് അറിഞ്ഞുകൂടാ അതിന്റെ അവസ്ഥ എന്താ. അപ്പൊ അത് കൃത്യമായിട്ട് അവർ പറഞ്ഞു കൊടുത്താൽ പറയെന്താ? അത് ശാഖാപരമായ കാര്യത്തെ തർക്കിക്കുകയാണ്. ആ സാധുവിനെ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്താനാണ് പറയുന്നത്. അള്ളാന്റെ റസൂല് വരയ്ക്കൊരു കാര്യമാണ് അയാൾ ചെയ്യുന്നത്. അത് ചെയ്യരുത്, അരുത്, പാടില്ല. നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം, ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് എന്തിനാണ്? ആ മനുഷ്യന്മാർക്കൊരു വെളിച്ചുണ്ടാകാനാണ്, ആ മനുഷ്യന്മാര് ദീനിലേക്ക് അടുക്കാനാണ് അല്ലേ? അങ്ങനെ അവര് നന്നാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്കാണ് അബ്ദുള്ള കടന്നു വന്ന് റളിയല്ലാഹു അൻഹു. അവനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തുറിച്ചു നോക്കി. നരയാന്റെ താഴെയാണ് നോക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്,
അപ്പൊ ചോദിച്ചു, എന്താ അത് അബ്ദുള്ള ഇത്? അബ്ദുള്ള കേട്ടി ഇങ്ങോട്ട് ഉടുക്കും നിന്റെ ഡ്രസ്സ്. അവിടെ കേറ്റുടുപ്പിച്ചു. അള്ളാഹുവിന്റെ റസൂലാണ്, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, ഹബീബാണ്, ഏറ്റവും നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്. പക്ഷെ ഇത് അപകടമാണ്. ആ വിഷയത്തിൽ വന്ന വഹി സ്വീകരിച്ച ആളാണ് പ്രവാചകൻ. അതുകൊണ്ട് റസൂൽ അതിനെ ഗൗരവമായി കണ്ടു. ജീവിതത്തിൽ ഏത് കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്ര ഗൗരവമായി കണ്ടോ അത്ര ഗൗരവമായി നമ്മളും കാണുന്നു. നബി അത്ര ഒന്നും പ്രാധാന്യം കൊടുക്കാത്തൊരു കാര്യം, അതിന് ആ നബി കൊടുത്ത പ്രാധാന്യം മതി, അതിലപ്പുറത്തേക്ക് നമ്മൾ അതിനെ കണ്ട. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യത്തിൽ അതീവ ഗൗരവം കാണുന്നു, നിങ്ങളത് അതീവ ഗൗരവമാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥം ഒരു കാര്യത്തിൽ അതീവ ഗൗരവത കാണുന്നു, നമുക്ക് ഗൗരവമാണ്. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അള്ളാഹു റസൂലും ഗൗരവമായി പറഞ്ഞതിനെ ഗൗരവമായി അത് ജീവിതത്തിൽ നമ്മൾ എടുക്കുക. അതറിയാത്തവരെ അത് പഠിപ്പിച്ചെടുത്ത് കൊടുക്കുക. ഇന്ന ആയത്തുകൾ ഓതിയെടു കേൾപ്പിക്കുമ്പോ ഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, അള്ളാഹുവിന്റെ ആയത്തുകൾ നിരന്തരമായി ഓതിക്കേൾപ്പിക്കുമ്പോൾ സാദതുഹും ഈമാനാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം? ഈമാനൊരു അവസ്ഥയിൽ നിന്ന് അതിന് ഉയർത്തിക്കൊണ്ടുവരാനുള്ള വഴി എന്താ? ആയത്തുകൾ ഓതി കൊടുക്കുക, ഹദീസുകൾ പഠിപ്പിക്കുക, നിരന്തരമായി അവരെ ശുദ്ധീകരിക്കുക, അവരെ നന്നാക്കുക. ഈ പ്രക്രിയ ലോകത്ത് നടക്കണം എന്നർത്ഥം. ഏറ്റവും ഗൗരവമായി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വളരെ പ്രധാനമായ ഒരു പോയിന്റ് ഞാൻ പറയാം. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് കാര്യമില്ലേ? നിങ്ങൾ അതിനെ സംബന്ധിച്ച് ഗൗരവമായി ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ, ഖുർആനിലെ ആയത്താണ്. സത്യവിശ്വാസി നീ വിശ്വസിക്കണേ. സത്യവിശ്വാസി നല്ല വിളിച്ചിട്ട് പറയാണ് നീ വിശ്വസിക്കണേ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹു ഉണ്ടെന്നും റസൂൽ ഉണ്ടെന്നും അന്ത്യദിനത്തിൽ ഒക്കെ ഉണ്ട്. പക്ഷെ ആ പ്രഖ്യാപിച്ച് ഷാത്ത് കലിമ സ്വീകരിച്ചവനൊരു സ്ട്രോങ് പോരാ. അപ്പൊ അവനോട് അല്ല പറയാം ആമിനു, ഒന്നുകൂടെ അങ്ങനെ വിശ്വസിച്ചാളാണ്, ഒരു ഗൗരവാക്കി. സത്യവിശ്വാസിയായിട്ടും അള്ളാഹു ഒരെണ്ണം ഒന്നുകൂടെ വിശ്വസിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ആ സത്യവിശ്വാസിക്കൊണ്ട് ചില ദുർബലതകൾ, അപ്പൊ അള്ളാഹു അതിനൊന്ന് ശക്തിപ്പെടുത്തുകയാണ്, അല്ലേ? നിങ്ങൾ ആലോചിച്ചു, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, സൂറത്ത് ബഖറയിലെ 208-108 വചനം. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? സത്യവിശ്വാസി നീ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വാ. സത്യവിശ്വാസി എന്ന് വിളിച്ചിട്ടാ പറയുന്നത്. അപ്പൊ സത്യവിശ്വാസി ആയിരിക്കെ തന്നെ പല കാര്യങ്ങളിലും ഓന് ഇസ്ലാമില്ലാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പൊ ഓനെ അള്ളാഹു എന്ത് പറയാണ്? നീ ഓനെ സത്യവിശ്വാസിയെ അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഓൻ പിഴച്ചവനാണെന്ന് പറഞ്ഞിട്ടല്ല, ഓൻ സത്യവിശ്വാസിയാണ് എന്ന് അംഗീകരിച്ചിട്ടാ പറയുന്നത്. ഒന്ന് ഇസ്ലാമിലേക്ക് കയറിക്കോ എല്ലാ കാര്യത്തിലും. ചില കാര്യങ്ങൾ എനിക്ക് ഇസ്ലാമുണ്ട്, ചിലതില്ല. അതുകൊണ്ട് നീ ഒരു സത്യവിശ്വാസി അല്ല എന്നുള്ള പറഞ്ഞില്ല, നീ സത്യവിശ്വാസി തന്നെ. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ശീതനം വാങ്ങിയില്ല. എന്നാല് ശീതനം വാങ്ങുന്ന കാര്യത്തിൽ വളരെ കണിശത പുലർത്തി. എന്നാ എന്നും ബ്ലേഡ് എടുത്ത് താടി പഠിക്കണേൽ ഒരു മടി ഉണ്ടായില്ല. മനസ്സിലായി? ഒരു ഉദാഹരണം, സാമ്പത്തിക രംഗത്ത് ഭയങ്കര കണിശത പുലർത്തി. എന്നാ ഭാര്യന്റെ മുഖത്തടിക്കണേന് ഒരു കുറവില്ല. അങ്ങനെ അപ്പൊ ഏത് അല്ല പറയണം, വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ കാൽപാദങ്ങളെ പിന്തുടരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, ഈ സത്യവിശ്വാസി ആണെങ്കിലും പിശാച് എന്നെ വിടൂല. പക്ഷെ ആ പിശാചിൽ നിന്നുള്ള മോചനം, അവൻ നിന്റെ പ്രത്യക്ഷ ശത്രുവാണ്. അതുകൊണ്ട് പിശാചിന്റെ കാൽപാദങ്ങളെ പിന്തുടരുന്നതിനെ കുറിച്ചുള്ള ശക്തമായ ബോധവൽക്കരണത്തെ ഇസ്ലാം മുന്നിൽ വെച്ചു. നിങ്ങൾ അത്ഭുതത്തോടുകൂടി, നിങ്ങൾ ഏറ്റവും അത്ഭുതത്തോടുകൂടി ആലോചിച്ചേ, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ദീന് കേട്ടവരാണല്ലോ അബൂജഹല്. അബൂബക്കർ സിദ്ദീഖ് കേട്ട അതേ ആശയം അബൂജഹലിനോട് റസൂൽ എന്ന് പറഞ്ഞില്ലേ? ഇല്ലേ? ഉണ്ട്. അബൂലഹബ് കേട്ടില്ലേ? അബൂ സുഫിയാൻ കേട്ടില്ലേ? സുഹൈൽ ഇബ്നു അംർ കേട്ടില്ലേ? ഇവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചോ? ഇല്ലോ. എത്ര കാലം കഴിഞ്ഞിട്ടാണ് സുഹൈൽ ഇബ്നു അംർ ഇസ്ലാം സ്വീകരിക്കുന്നത്? ആ കാലയളവ് അത്രയും റസൂലുള്ള ഇവർക്ക് പറഞ്ഞു കൊടുത്ത ദീനൊക്കെ അവർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഉണ്ട്. സ്വീകരണത്തിന്റെ വ്യത്യാസം ഏറി. ശരി, ഒരു കാര്യത്തിന്റെ പൊരുൾ ഒരാൾക്ക് മനസ്സിലാവണതിനേക്കാൾ കൂടുതൽ വേറൊരാൾക്ക് മനസ്സിലായില്ലേ? ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് ഇറങ്ങിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു, ഇബ്നു അബ്ബാസ് കരഞ്ഞു, ബാക്കി ആരും കരഞ്ഞില്ല. കാരണം ബാക്കിയുള്ളവർക്കൊക്കെ അതിന്റെ ഭാഗ്യമായ അർത്ഥമേ മനസ്സിലായുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം ഇവിടെ പൂർത്തിയായി, റസൂലുള്ള മരിക്കാൻ പോവുകയാണെന്നാണ് ആ ആയത്തിന്റെ ആശയം. അത് മനസ്സിലായത് മൂന്നാള്.
എന്നാ അത് മൂന്നാള് മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് മനസ്സിലായില്ല എന്നുള്ളതുകൊണ്ട് ഓൾക്ക് ഈമാനില്ലെന്നും ഓലൊന്നും ശരിയായിട്ടില്ലെന്നും ഓൾക്കൊന്നും ശരിക്കുള്ള ഡെപ്ത് ഇല്ലെന്നും നോളജ് ഇല്ലെന്നും പറഞ്ഞു. ഇല്ല, ഓലൊക്കെ ഒന്നിച്ച് ജീവിച്ചു. അല്ലേ? സ്വർഗത്തിലേക്ക് എന്റെ ഉമ്മത്തിൽ ആദ്യമായി കയറി വരുന്ന ആളാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിന്റെ അർത്ഥം ഉമർ മോശാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മോശാണ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അജ്മഈൻ അവർക്ക് മോശാണ്? ഒരിക്കലുമല്ല. കാരണം അബൂബക്കർ സിദ്ദീഖിനെ പോലെ ഇസ്ലാമിന്റെ പൂർണ്ണതയെത്താൻ വേറൊരാൾക്ക് കഴിഞ്ഞില്ല. പക്ഷെ ഒരു മുസ്ലിം ഉമ്മത്തിന് വേറിട്ടുന്നോ? ഇല്ല. ഞാനൊരു ഉദാഹരണം പറയാം. വളരെ രസകരമായ വളരെ ഹൃദയത്തിൽ തട്ടുന്ന ഒരു പോയിന്റ് പറയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ 10 സ്വഹാബിമാരെ കുറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വർഗത്തിലാണ് എന്ന് തിരുനാവ് കൊണ്ട് പറഞ്ഞു. അപ്പോ ബാക്കിയുള്ള സ്വഹാബികളുടെ സ്ഥിതി നരകത്തില ആണ്. എന്താ സ്ഥിതി? 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ കണക്കെടുത്ത അധ്യാപകന് ഏറ്റവും ഉറപ്പുള്ള 10 കുട്ടികളെ പറഞ്ഞ് ഇവരൊക്കെ ഫസ്റ്റ് ക്ലാസ് കൂടി പാസ്സാവും. അത് ആ കുട്ടിയെ കുറിച്ചുള്ള ബോധമാണ്, അവനെത്തിയ പദവിയെക്കുറിച്ചുള്ള ബോധമാണ്. റസൂലുള്ളാഹി ആകട്ടെ വഹി അനുസരിച്ചുമാണ് പറയുന്നത്. അതിൽ 4 ആളുകൾക്ക് വീണ്ടും സ്ഥാനം. ആ 10 ആളുകളിൽ ആ 4 ആളുകളിൽ അബൂബക്കർ സിദ്ദീഖിനുള്ള സ്ഥാനം ഉമർ ഇബ്നുൽ ഖത്താബിനില്ല. എന്നാ ഇവരെല്ലാരും സ്വർഗാവകാശികളല്ലേ? ഇവരെല്ലാം അല്ലാഹ് അംഗീകരിച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പൊ നമുക്കിടയിൽ ജീവിക്കുന്നതിൽ ചില ആളുകൾക്ക് ചില വിഷയം തിരിഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഒരുപാട് പുഷ് ചെയ്തിട്ടായിരിക്കും അവനെ മാറ്റിയെടുക്കേണ്ടത്. അപ്പൊ അതിനുള്ള ഒരു ശ്രമമാണ് വിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്, ജീവിതത്തിലെ ഏതൊരു കാര്യത്തിലും മനുഷ്യരുടെ ജീവിതാവസ്ഥയെ ഉൾക്കൊണ്ടുകൊണ്ട് അത് പറയാൻ, അത് പഠിപ്പിക്കാൻ സാധിക്കണം. അപ്പൊ ഞാൻ ഒരുപാട് പഠിച്ച് മുന്നോട്ട് പോയി എന്ന് വിചാരിക്കുക. എനിക്ക് മനസ്സിലായ പല കാര്യങ്ങളും എന്റെ കാക്കാക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കിന്നും അറിയാം. എന്റെ നേരെ ജ്യേഷ്ഠന് മനസ്സിലായിട്ടില്ല എനിക്കിന്നും അറിയാം. പക്ഷെ എന്റെ ജ്യേഷ്ഠനോട് എനിക്കൊരു വെറുപ്പില്ല. ഞാനാവുന്നത് പറയുന്നു, ഞങ്ങളാവുന്ന പറയുന്നു എല്ലാവരും എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിലും ഇപ്പൊ ഞങ്ങൾക്ക് ചിലപ്പോൾ ഉമ്മാക്ക് മനസ്സിലായിക്കോളുന്നില്ല, പെങ്ങന്മാർക്ക് മനസ്സിലായി, ഞങ്ങളുടെ കൂടെ ജീവിക്കണം ഭാര്യമാർക്ക് മനസ്സിലായിക്കോളുന്നില്ല. അപ്പൊ നമ്മളവരോട് നിങ്ങളൊന്നും പറ്റാത്തവരാണ് പൊയ്ക്കൊളിയും, ഞങ്ങളുടെ ഭാര്യമാരായ യോഗ്യല്ലാതെ പൊയ്ക്കൊളിയും എന്നല്ല അവരെ നമ്മൾ കൊണ്ടുവരിക. പ്രവാചകന്മാരുടെ ചരിത്രം എന്താ? അപ്പൊ ഇസ്ലാമിന് മനുഷ്യന്റെ മുമ്പിൽ വെക്കാനൊരു വമ്പിച്ച ഒരു സത്യമുണ്ട്. മനുഷ്യരിലേക്ക് മുഴുവനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇപ്പൊ ചില ആളുകളുടെ അവസ്ഥാവിശേഷങ്ങളെ കുറിച്ച് ഖുർആൻ പറയും എന്താ? ഏറ്റക്കുറവുകളെ പറ്റി. സ്വർഗത്തിൽ പദവികളുണ്ട് അല്ലേ? എന്തുകൊണ്ട് സ്വർഗത്തിൽ വ്യത്യസ്ത പദവികളായി? ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഇസ്ലാമിന്റെ പദവി അവന്റെ മനസ്സിലേക്ക് കൂടുതൽ സ്വാധീനിച്ചവന്റെ പദവി കൂടി. അത്ര തന്നെ അമലി ചെയ്തിട്ടില്ലാത്തവൻ നേരത്തായ വന്നു അല്ലേ? ഒരു ബാപ്പ പറയുന്ന ഒരു പിക്ചർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബാപ്പ ആദ്യം സ്വർഗത്തിന്റെ ഒരു മിതമായ തട്ടിലായിരുന്നു. പിന്നെ ഇങ്ങനെ പദവികൾ കൂടി വരുന്നത് കണ്ടപ്പോ ചോദിച്ചു, പടച്ചോനെ ഇങ്ങനെ പദവി കൂടാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇങ്ങനെ പദവിയിലെത്താൻ മാത്രം ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ആ മനുഷ്യനോട് പറയുന്ന, അതേ ചെയ്തിട്ടില്ലെന്ന് ആര് പറഞ്ഞു? നല്ല മക്കളുണ്ടാക്കി, ആ നല്ല മക്കളെ ആദാവ് പഠിപ്പിച്ചു, ഇൽമ പഠിപ്പിച്ചു. ആ മക്കൾ അവിടെ നിന്ന് നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുമ്പോ ഓരോ ഇസ്തിഗ്ഫാറിനും നിന്റെ പദവി കൂടി വരികയാണ്. മനുഷ്യൻ ചിന്തിക്കും, നമ്മൾ ചിന്തിക്കും. ഞാൻ പലപ്പോഴും എനിക്ക് വലിയ വിഷമം തോന്നിയിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നൊക്കെ ഒരുപാട് മുഹൂർത്തങ്ങൾ നമ്മൾ പലപ്പോഴും പച്ചയായിട്ട് ഞാൻ പറയും, പലതും പച്ചയായി പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും. ഞാൻ 6ാം ക്ലാസ് പഠിക്കുന്നത് പൊന്നാനിയാണ്. പൊന്നാനി പുതുപൊന്നാനി അവിടുത്തെ ദർഗയുള്ള ആ പ്രദേശത്താണ് എൻ്റെ മൂക്കിനിടിച്ചിട്ട് മൂക്കിന്ന് ചോരൊലിക്കണ രംഗം ഇപ്പോഴും എൻ്റെ കണ്ണിൻ്റെ മുമ്പിലുണ്ട്. എന്താ അവിടുത്തെ കുട്ടികൾ എന്നോട് ചോദിച്ചാൽ എൻ്റെ പേരെന്താണ്? മുജാഹിദ്. അപ്പ കിട്ടി അത്രയും ജാഹലിയത്ത്. എനിക്കിപ്പോൾ 42 വയസ്സായി. ഞാൻ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാകാന്ന് പറഞ്ഞാൽ 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയ പയ്യൻ. അന്നാണ് മൂക്കിനിടിച്ചിട്ട് ചോര ഇങ്ങനെ വരികയാണ്. ഉമർ മൗലവി അന്ന് തവന്നൂരിൽ നിന്ന് അദ്ദേഹത്തിന്റെ സ്ഥാപനം വെളിയങ്കോട്ടേക്ക് മാറ്റിയ വർഷം അത്. എൻ്റെ അപ്പക്ക് ഉമർ മൗലവിനുള്ള ഇഷ്ടം കൊണ്ട് എൻ്റെ മോനെ നിങ്ങൾ ഏൽപ്പിക്കുകയായിരുന്നു. ഞാൻ ആ രംഗം ഇപ്പോഴും ഓർക്കും.
ആ കാലം മുതൽ എൻ്റെ മനസ്സിലുള്ള എന്താന്ന് വെച്ചാൽ, പടച്ചോനെ മുജാഹിദ് എന്നുള്ള എൻ്റെ പേരിന് എന്താ ഇത്ര വലിയ കുത്തും തല്ലും കിട്ടാൻ മാത്രം. അന്ന് മുതൽ ഞാൻ അത് കഴിഞ്ഞ് നേരെ വരുന്നത് ജാമിയയിലേക്കാണ്, ബോർഡിങ്ങിലേക്കാണ്. എ പി അബ്ദുൽ ഖാദർ മുതൽ അള്ളാഹു മഅ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗുരുനാഥനായിരുന്നു അദ്ദേഹം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. സഹോദരങ്ങളെ, ഞാൻ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പളായിട്ട് അദ്ദേഹം ഇരിക്കണ, ഇന്നും പ്രിൻസിപ്പൾ ഇരിക്കുന്ന അതേ സ്ഥാനം വർഷങ്ങളായിട്ട് അവിടെ. അപ്പൊ എനിക്ക് 11 വയസ്സ് 12 വയസ്സുള്ള കാലത്താണ് നേപ്പിന്റെ അടുത്തേക്ക് കയറിച്ച്, സർ എനിക്ക് ലോകത്ത് എല്ലാവരും അറിയപ്പെടുന്ന ഒരു പ്രാസംഗികനാണ് എനിക്ക് എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ വിദ്യാർത്ഥി കാലഘട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ 1-2 കച്ചറകളൊക്കെ ഉണ്ടാക്കി ജാമ്യയിൽ ജീവിക്കുന്ന കാലത്താണ്. കച്ചറ എന്ന് പറഞ്ഞാൽ അവരെ കണ്ണിൽ കച്ചറ, എൻ്റെ കണ്ണിൽ കച്ചറ എന്നായിരുന്നില്ല, വിപ്ലവമായിരുന്നു. അവിടുത്തെ ചില അധ്യാപകർ കുട്ടികളോട് ഉച്ചനീചത്വം കാണിച്ചപ്പോൾ ഞാൻ ചോദ്യം ചെയ്തപ്പോൾ അധ്യാപകരെ തെറ്റേണ്ടി വന്നു. അപ്പോൾ ആളുകൾ പറഞ്ഞു ഞാൻ സലാഹിൻ്റെ ഇങ്ങനെ പിടിച്ച്, ഇബ്രാഹിം സലാഹി ഒരാളുടെ അയാളെ കോളർ പിടിച്ച് വലിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, അവിടെ വയനാട്ടിലുണ്ടായിരുന്ന കറുത്തൊരു പയ്യനോട് വളരെ മോശമായ അയാൾ പെരുമാറിയപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളല്ലേ കഴിഞ്ഞ ദിവസം മദ്രസയിൽ ഇന്നഫി ഖൽക്കിസ്സമാവാ മറ്റേ യായുവന്നാസ് ഇന്ന ഖലഖനാക്കും മിൻ ദക്കരിൻ വ ഉൻസാറിന് കറുത്താലും വെളുത്താലും പടച്ചോൻ്റെ അടുത്ത് തെക്കുവേ അസൂക്ഷ്മത ഓൻ്റെ തൊലി നിങ്ങളെന്താ ഓനെ തല്ലി വെച്ചു ആയിരുന്നു സംഭവം. എ പിക്ക് പിന്നീട് മനസ്സിലായി. എ പി എന്നോട് പറയുകയും ചെയ്തു, ഞാൻ പറയുന്നത് എന്നെ പിടിച്ച് പുറത്താക്കി. അപ്പം ഞാൻ വന്ന് തിരിച്ച് ഇതുപോലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ എ പി എനിക്ക് ഒരിക്കലും നന്നാവില്ല. അന്ന് ആ ഒരൊറ്റ വാചകാണ് ഇപ്പം ഞങ്ങൾ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ എ പിന്നോട് തിരിച്ചു പറഞ്ഞു, നന്നാവുമല്ലേ എന്നുള്ള തീരുമാനിക്കണം അള്ളാഹുവാണ്. നിങ്ങളെ നാവ് കൊണ്ട് നന്നായിടാന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും പറഞ്ഞിട്ട് എ പി അബ്ദുൽ ഖാദർ മരിച്ചും പോയത്. ഞാൻ പറയുന്നത്, നമ്മൾ ഏതൊരു മനുഷ്യന്റെ ജാഹ്ലിയത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവും. എം എം നദ്വി ആയിരുന്നു എനിക്ക് ഏറ്റവും സ്വാധീനിച്ച ഒരു പണ്ഡിതൻ. 2 മണിക്ക് അദ്ദേഹം എഴുന്നേറ്റ് വരുമ്പോ ഞാനുണ്ടാവും ബെഞ്ചിലിരുന്ന് പ്രസംഗിക്കണം. അണക്ക് വട്ടിനട ചെങ്ങായി. അന്ന് ആയോധന മുറകളോട് വലിയ ഇഷ്ടവുമായിരുന്നു. ഈ 2 സംഗതി 2 മണിക്ക് എഴുന്നേറ്റ് ചെയ്യുമായിരുന്നു. ആ ഒരു ആത്മാർത്ഥതയാണ് ഞാനിന്ന് പ്രാസംഗികനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതാണ് ഞാൻ പറയും. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലെ ജാഹ്ലിയത്തിനെയും സ്വാധീനിച്ചവനെ നന്നാക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവും. ഇത് ഈ ഒരു ആദർശ കൂട്ടായ്മയാണ്. സുഹൃത്തുക്കളെ, ലോകത്തിന്റെ പല കോണുകളിലും ജീവിച്ച മനുഷ്യന്മാരെ സ്വാധീനിച്ചത് ഈ ശബ്ദമാണ്, ഈ പ്രബോധനമാണ്. ആയിരങ്ങളുടെ മനസ്സുകളിൽ തൗഹീദിന്റെ ദിവ്യപ്രകാശം കൊണ്ട് ഉജ്ജ്വലമായ ഒരു ജീവിതം നയിക്കാൻ മനുഷ്യരെ പ്രാപ്തരാക്കിയത് എന്താ? ഡോക്ടർ ഉസ്മാൻ സാഹിബ് എന്ന നിരീശ്വരവാദിയെ ഒരു മഹാ തൗഹീദി പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റാക്കി മരിക്കുന്നത് വരെ പരലോക ലോകത്തോട് വിളിച്ചു പറഞ്ഞ് മരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഈ ഒരു കൂട്ടായ്മയാണ്. അനന്ത പരകോടി ജീവജാലങ്ങളുള്ള ഈ മണ്ണിലെ ജനങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹത്തിൽ നിന്നാണ് പറയൻ. ആ ഹദീസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ജനങ്ങളെ, നിങ്ങൾക്കിടയിൽ എന്റെ ഉദാഹരണം റസൂലുള്ളാഹി പറയൻ, അതൊരു തീ കത്തിച്ചവനെ പോലെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അതൊരു തീ കത്തിച്ചവനെ പോലെ. ആ തീയിന്റെ നേരെ വണ്ടുകളും പ്രാണികളും അതിന് നേരെ വരുമ്പോ അയാൾ അതിനെ തടുത്തു നിർത്തുന്നു. ഞാൻ നിങ്ങളെ ഈ ഭാഗത്തിനാണ് അരക്കെട്ട് എന്ന് പറയാ, അത് നല്ല പിടുത്തായിരിക്കും. ഞാൻ തന്നെ അരക്കെട്ടിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചെങ്കിലും നിങ്ങൾ എന്റെ കൈ തട്ടി നരകത്തിലേക്ക് ചാടി. അപ്പൊ പ്രവാചകന്റെ ലക്ഷ്യം എന്താ? നരകത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തും. ഈ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ആരാ? വെറുതെ ബാലനും ജോർജും സാറാമേ, ഈ മനുഷ്യർ, ഈ ആളുകളാണ് മനുഷ്യർ. തിരുവനന്തപുരത്താണ് ഞാൻ പല കാലത്ത് 5-6 കൊല്ലമായിട്ട് തിരുവനന്തപുരത്താണ്. അവിടെ ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി, സാഹിത്യകാരന്മാര്, പാട്ടുകാര്, ഏതൊക്കെ ടൈപ്പ് മനുഷ്യരിൽ കേരളത്തിലുണ്ടോ ഓലാരെ കിട്ടിയാലും അല്ലാഹു അക്ബർ ഞാനവരോട് മതം പറഞ്ഞിട്ട് 1 മിനിറ്റ് കിട്ടിയെങ്കിലും മതം പറയേണ്ടത്. എന്താ എന്താ നമ്മുടെ പ്രതിനിധികൾ, നമ്മൾ തെരഞ്ഞെടുത്തയച്ച ജനപ്രതിനിധികൾ, നമുക്ക് സേവനം ചെയ്യുന്ന കേരളത്തിലെ ജനപ്രതിനിധികൾ നാളെ അള്ളാന്റെ മുമ്പിൽ അവർ വരും. ഒരു നരകാവകാശികളാകാൻ പാടില്ല. അവരോട് തൗഹീദ് പറയാൻ, അവരോട് ദീൻ പറയാൻ, അവർ തൗഹീദിലേക്ക് നയിക്കാൻ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല
ഇന്നനി മിനൽ മുസ്ലിമീൻ ഉദു ഇലാ സബീൽ റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇലത്തിൽ ഹസനതി വജാദിലുഹും ബില്ലതി ഹിയ അഹ്സൻ. എത്ര മനോഹരമാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യരെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ പറയുന്ന ഉജ്ജ്വലമ വലാ തുജാദിലു അഹ്ലൽ കിതാബ് ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ ഇല്ലല്ലദീന ളലമൂ മിൻഹും വമാ ഉൻസില ഇലൈനാ വഉൻസില ഇലൈക്കും വഇലാഹുനാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ് വനഹ്നു ലഹു മുസ്ലിമൂൻ. നിങ്ങൾക്കിറക്കിയ വേദത്തിലും ഞങ്ങൾക്കിറക്കിയിലും ഞങ്ങൾ വിശ്വസിച്ചു. നിങ്ങളുടെ ദൈവവും ഞങ്ങളുടെ ദൈവവും രണ്ടല്ല, ഒന്നാണ്. ആ ദൈവത്തിലേക്കും അള്ളാഹു അവതരിപ്പിച്ച വേദങ്ങളുടെ അന്തസാരങ്ങളിലേക്കും മനുഷ്യരെ ഞങ്ങൾ നിങ്ങളെ നയിക്കുന്നു. അല്ലേ? ആ ഒരു ദൗത്യം കേരളത്തിന്റെ മലയാളി മണ്ണിൽ ഏറ്റെടുക്കാൻ ആരാ ഉള്ളത്? എന്നാലും ഞാൻ അലയിൽ പ്രസംഗിച്ചു വരുമ്പോൾ ഒരു ചെറിയ പയ്യൻ മിടുക്കനായ പ്രസംഗം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കയറി വന്നു. എന്നോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞില്ലേ വെള്ളം കുടിക്കുമ്പോൾ പോലും 6 കാര്യം പഠിപ്പിച്ചു ഇസ്ലാം, എങ്കിൽ തൗഹീദും സുന്നത്തുമല്ലാതെ സമൂഹത്തിലെ ജീർണതയെ എതിർക്കുക എന്നുള്ളൊരു പദ്ധതി ഇങ്ങൾക്കില്ലല്ലോ. അപ്പം ഞാൻ പറയണം, മറ്റേ ഇസ്ലാമിക്കാരായ ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചൊരു മോനാണ്. ഞാനവന് വളരെ സ്നേഹത്തോടെ എൻ്റെ കൂടെ കൊണ്ടുനടന്നു. ഒരുപാട് സമയം ഞാനവന് പറഞ്ഞങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അവൻ ഒന്നും പറയല്ല. അവനെ കാരുണ്യത്തോടുകൂടി നോക്കണേ എനിക്ക് കാണാൻ കഴിയുന്നു. എന്താ, സ്നേഹിച്ചിട്ട് അവർക്കത് പഠിപ്പിച്ചു കൊടുത്തിട്ട് അത് വിശദീകരിച്ചു കൊടുത്തിട്ട് ഈ വിശദീകരണം എനിക്ക് സംതൃപ്തമായി എന്നൊരു മോന് തോന്നിയിട്ട് അന്നോനൊന്ന് പുതുതായി പഠിക്കാൻ ശ്രമിച്ചുവെങ്കിൽ അല്ലാഹുവേ നമ്മുടെ ജീവിതം ധന്യമായി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദരനോട് സംസാരിച്ച പറഞ്ഞത്, ഈ എമിറേറ്റ്സിലെ ഭരണാധികാരികൾ കൂടിയിട്ട് ഇപ്പൊ നമ്മളോട് ചോദിക്കാൻ, നിങ്ങൾക്ക് ഇതാ ബിർജുൽ അറബ് നിന്റെ പേരിൽ എഴുതി തരുന്നു, അതാണോ നിനക്ക് വേണ്ടത്, അല്ല ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും പ്രസംഗിക്കാനുള്ള ഒരു തെസ്രിയാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അഷറൂക്ക, ആ തെസ്രിയ മതി എനിക്ക്. ഈ നാട്ടിലെ മലയാളികളോട് എവിടെ കയറിയും മതം പറയാനുള്ള അവസരം കിട്ടാൻ ഒരു കടലാസ് തന്നാൽ അത് മതി നിങ്ങളുടെ ഖജനാവുകളേക്കാൾ. നീ കാരണമായ ഒരാളെ ഹിദായത്തിലായാൽ ലോകത്തെ മുഴുവൻ ഖജനാവുകളിൽ ലഭിച്ചതിനേക്കാൾ പുണ്യമെന്ന് ഹബീബായ റസൂല പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് നമ്മുടെ ജീവിതം ജനങ്ങൾക്ക് വേണ്ടി അവരനുഭവിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, ചില ഉമ്മമാര് വിളിക്കുമ്പോൾ കണ്ണീര് വരും നമുക്ക്. എന്താ, ആ ഉമ്മയുടെ മനസ്സിൽ, ആ ഉമ്മയുടെ മോനെ മോനെ എന്ന് വിളിക്കണം. അറുകാട് ക്ഷേത്രത്തിൽ പ്രസംഗിച്ചിറങ്ങുമ്പോൾ ഒരമ്മന്റെ പിന്നാലെ കൂടി വണ്ടിയിൽ അവർ പാഞ്ഞു കയറി. ഞാൻ ആകെ ബേജാറായി പോയി. ഒരു വയോവൃദ്ധയായ 10-66 വയസ്സുള്ള ഒരു സ്ത്രീ മോനെ എന്ന് വിളിച്ചിട്ട് പാഞ്ഞു കയറുകയാണ്. എനിക്ക് ആ നിമിഷത്തിൽ എന്താ ചെയ്യേണ്ടത്, ഏതാ ചെയ്യേണ്ടത് എന്നറിയില്ല. അറുകാട് ക്ഷേത്രത്തിൽ മാതാപിതാക്കളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം അവരുടെ മനസ്സ്, എനിക്ക് തോന്നുന്നത് മക്കളാൽ ഏറെ പ്രയാസപ്പെട്ടൊരു ഒരു അമ്മയായിരിക്കണം അവര്. എല്ലാം പറഞ്ഞ് മയപ്പെടുത്തിയവരെ ഇറക്കി വിട്ടപ്പോ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ അമ്മയുടെ, ആ അമ്മയെ ഫോളോ ചെയ്യാൻ പ്രബോധകരുടെ, ആ അമ്മയുടെ വേദന എന്തായിരുന്നു? സുഹൃത്തുക്കളെ, ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ നൊമ്പരങ്ങളോടൊപ്പം നിൽക്കാൻ, അവരെ സത്യത്തിന്റെ വഴിത്താരകളിലേക്ക് എത്തിക്കാൻ. ഇന്നലെ ഞാനൊരു സ്ഥലത്ത് ചെന്നൊരു ഇടക്കാല ആശ്വാസം ക്ലാസ്സിന് മുമ്പ് ഒരു ചായയും ഒരു സാൻഡ്വിച്ചും കഴിക്കാൻ കയറിയപ്പോൾ എൻ്റെ കൂടെ വന്ന ആളിനോട് ഒരു സൂചന പറഞ്ഞു. ഇയാള് നല്ലൊരു മുസ്ലിമാണ്, നിസ്കാരം ഉണ്ടായിരുന്നു, പണ്ടൊക്കെ നമ്മുടെ പ്രസംഗം കേൾക്കായിരുന്നു, ഇപ്പം മിക്ക ദിവസവും മദ്യപിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ അവരോട്, എൻ്റെ കൂടെയുള്ള 2 ആളുകളോട് സലാവിനോടൊക്കെ പറഞ്ഞു, നിങ്ങൾ മെല്ലെ ഇതും വാങ്ങി വണ്ടിയിലേക്ക് പോയി കൊള്ളിയും. ഞാൻ അയാളെ ഇരുത്തി 5 മിനിറ്റേ എനിക്ക് സമയം കിട്ടിയിട്ടുള്ളൂ. ആ 5 മിനിറ്റ് ഞാൻ അയാളോട് ചോദിച്ചു, സത്യം പറയൂ, സമാധാനമുണ്ടോ ജീവിതത്തിൽ? ഇല്ല. സ്വബോധമുണ്ടോ ജീവിതത്തിൽ? ഇല്ല. ഈ ജോലി മര്യാദയ്ക്ക് നിർവഹിക്കാൻ കഴിയുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ഒരു നല്ല വാക്ക് പറയാൻ നിങ്ങളുടെ മോളോട് നിങ്ങൾക്ക് കഴിയുണ്ടോ? ഇല്ല. നിങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ട് ഒരു നല്ല വാക്ക് പറയാൻ കഴിയുണ്ടോ? എന്തിനാണ്? അതുകൊണ്ട് അവസാനിപ്പിക്കണം. 5 മിനിറ്റേ ഞാൻ പറഞ്ഞുള്ളൂ. അയാൾ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നിർത്തണം എന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, ആ മദ്യപാനം നിർത്തി ആ വരുമാനം പോലും കുടുംബത്തിനും ഇസ്ലാമിനും വേണ്ടി അയാൾ ചെലവഴിച്ചുവെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി. ജീവിതത്തിൽ എവിടെയാണെങ്കിലും ഒരു മനുഷ്യനുമായി സംസാരിച്ചുപദേശിച്ച് അവന്റെ മനസ്സിലെങ്ങാനും അത് വെളിച്ചമായി തീർന്നാൽ, അല്ലാഹുവേ, ഈ ജീവിതം പൂർത്തിയായി.
എന്റെ നാവിന്റെ കെട്ടിക്കൂടി കഴിച്ചു തരണേ, ഞാൻ പറയുന്നവർക്ക് മനസ്സിലാകണേ റബ്ബേ, ഓലെ മനസ്സ് തട്ടണേ, ഓലെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയണേ. ഇനി മാത്രമാണ് നമ്മുടെ പ്രബോധനം. അപാകതകൾ ഉണ്ടാവാം, തെറ്റുകൾ ഉണ്ടാവാം. വ്യത്യസ്ത മാതാപിതാക്കളുടെ മക്കളാവുമ്പോൾ ചിലർക്ക് ചിലത് കോപായിരിക്കും, ചിലർക്ക് ചിലത് സൈലന്റ് ആയിരിക്കും, ചിലർക്ക് ചില മനസ്സിലാവില്ല. എന്നാൽ അതിനൊക്കെ ഉൾക്കൊള്ളാനുള്ളൊരു കഴിവ് മനുഷ്യനുണ്ടാവേണ്ടതാണ്. എല്ലാവരെയും അംഗീകരിക്കാനുള്ളൊരു കഴിവ് ഉണ്ടാവേണ്ടതാണ്. എല്ലാ തലത്തിലുമുള്ള ആളുകളെ റസൂലുള്ളാഹി ഇഷ്ടപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറയും, നിങ്ങൾ നോക്കേ, എനിക്ക് എല്ലാരെ കുറിച്ചും നല്ല അഭിപ്രായമാണ്, ഞാൻ എല്ലാരെ കുറിച്ചും നല്ലതാ കരുതുന്നത്, എന്റെ മനസ്സിൽ ഓരോരുത്തരെ കുറിച്ച് നിങ്ങൾ വിശട്ട് തരരുത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു അത്രേ. സഹോദരങ്ങളെ, റസൂല് ഹസ്തദാനം ചെയ്താൽ എന്നോടാണ് നബിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ഓരോ സഹാബിക്കും തോന്നി എന്ന ചരിത്രം നമുക്ക് എങ്ങനെ വിസ്മരിക്കാൻ കഴിയും? ഹബീബായ റസൂലുള്ള കൈപിടിച്ച് ആദ്യമായി കൈവലിക്കുന്ന ആൾ റസൂലുള്ള ആവില്ല. ഞാൻ എപ്പോൾ ആഗ്രഹിക്കുന്നുവോ അപ്പോഴാണ്, കാരണം നീ എനിക്ക് വേണ്ടപ്പെട്ടവനാകുന്നു എന്ന് ആ പെരുമാറ്റം കൊണ്ട് തോന്നിയിരുന്നു. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്. ആ ആയത്തിന്റെ പശ്ചാത്തലം അറിഞ്ഞിട്ടുണ്ടോ നിങ്ങള്? സൂറത്ത് ആൽ ഇംറാനിലെ 159. കരഞ്ഞു പോകും സുഹൃത്തുക്കളെ. ഉഹദിന്റെ രണഭൂമിയിൽ റസൂലുള്ളാഹിനെ അനുസരിക്കാത്തതിന്റെ പേരിൽ റസൂലുള്ളാഹിന്റെ ചുണ്ടിൽ കയറിയ അമ്പ് 2 പല്ലുകൾ താഴെ കൊഴിഞ്ഞു വീണ് അബൂബൈദത്തുൽ ജറാഹ് അത് കടിച്ചു പറിച്ചതിന്റെ പേരിൽ 2 പല്ല് കൊഴിഞ്ഞ് പല്ലില്ലാത്തവനായി ചിരിക്കുമ്പോ റസൂലുള്ള പറയുമായിരുന്നു, അബൂബൈദ, ഹബീബായ റസൂലുള്ളാഹിന്റെ ആ ചുണ്ടിൽ തറച്ച അമ്പ് പറിച്ചതിന്റെ പേരിൽ ഇത് സ്വർഗത്തിലൊരു വലിയ ചിഹ്നമാകും അബൂബൈദ എന്ന് റസൂലുള്ള പറഞ്ഞ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടക്കിണറിലേക്ക് വീണുപോയി. മിശ്അബ് കൊല്ലപ്പെട്ടു, ഹംസല കൊല്ലപ്പെട്ടു, ഹംസ റളിയല്ലാഹുവിന്റെ കരൾ കടിച്ചു തുപ്പി 70 മഹാന്മാരായ സഹാബികളെ കൊല്ലപ്പെട്ട ഉഹദിന്റെ ഭൂമിയിൽ ധിക്കാരം ചെയ്ത ആ സഹാബത്തിനോട് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്. നബിയേ, നേതാവായ നബിയേ, താങ്കളെങ്ങാനും പരീക്ഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നെങ്കിൽ താങ്കളുടെ ചുറ്റിൽ നിന്നും അവർ പോയി കളയുമായിരുന്നു. അള്ളാഹുവിന്റെ കാരുണ്യാതിരേകത്താൽ താങ്കൾ അവരോട് ഏറ്റവും ധന്യമായി പെരുമാറി നബിയേ എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, അത്ഭുതമാണ്, ഞാൻ അതാ വിചാരിക്കണേ, ആ നേതാവിനെ കഴിഞ്ഞ ദിവസം എൻ്റെ അനുജനോട് പറഞ്ഞേ, ടിഷ്യൂ കിട്ടിയ അനുജനോട് പറഞ്ഞേ, ഈ കാക്ക, ഈ ആളുകൾ സ്നേഹിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നു, ഒന്നുമല്ലാത്ത ഏറ്റവും ലോക്കലായ നമ്മളെ ഈ പ്രബോധിത സമൂഹം ഇങ്ങനെ സ്നേഹിക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂലിനെ സ്വഹാബത്തെ എങ്ങനെയായിരിക്കില്ലേ സ്നേഹിച്ചേ? വല്ലാത്തൊരു ചോദ്യം. ഞാൻ പറഞ്ഞു, മോനെ, നിർവചിക്കാനാവൂല അത്. അബൂബൈദ അബൂ തൽഹത്തുൽ അൻസാരി ഉഹദിന്റെ രണഭൂമിയിൽ റസൂലുള്ളാഹിനോട് പറയാണ്, റസൂലുള്ളാഹ്, എന്റെ മാതാവിനെയും പിതാവിനെയും ഞാൻ ദണ്ഡമായി നൽകും, നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം എനിക്ക് ചെയ്തു തന്നാൽ മതി. ഞാൻ നിൽക്കുന്ന എന്റെ നേരെ മുന്നിൽ നിങ്ങൾ നിൽക്കുക, ഒരടി പിന്നോട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കും, എന്റെ ശരീരത്തോട് ചേർന്ന് നിങ്ങൾ നിങ്ങളുടെ ബോഡി വെക്കണം, ഒരു കാരണവശാലും ഇടത്തോട്ടും വലത്തോട്ടും തെറ്റിപ്പോകരുത്, എന്റെ നെഞ്ചിൽ അമ്പുകൾ ഞാൻ ഏറ്റുവാങ്ങാം. അതായിരുന്നു അവർ. അതുകൊണ്ടാണ് മിസ്ബ മരുഭൂമിയിലേക്ക് മുഖം കുത്തി വീണത്. ആ പ്രവാചകൻ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യുകയും അവർക്ക് അല്ലാഹുവിനോട് പൊറുക്കല്ല തേടുകയും അവരെ കൂട്ടിപ്പിടിക്കുകയും അല്ലാഹുവിൽ അവർ തവക്കുൽ ചെയ്യുകയും ഒരാദർശ പ്രബോധനത്തിന് അവരൊന്നിച്ചു നിൽക്കുകയും ചെയ്തപ്പോ ബദറിൽ അല്ലാഹു നിങ്ങളെ സഹായിച്ചു, ഉഹദിൽ അല്ലാഹു നിങ്ങളെ സഹായിച്ചു, ഹുനൈനിൽ അല്ലാഹു നിങ്ങളെ സഹായിച്ചു. എവിടെ നിങ്ങൾക്ക് ദുർബലത ഉണ്ടായപ്പോഴും അല്ലാഹു നിങ്ങളെ സഹായിച്ചു. അല്ലാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിച്ചപ്പോ, നിങ്ങൾ ഭിന്നിക്കാതിരുന്നപ്പോ അല്ലാഹു നിങ്ങളെ സഹായിച്ചു. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നിങ്ങളെ സഹോദരങ്ങളാക്കി, ഒരു മനസ്സിന്റെ ഉടമകളാക്കി എന്ന് അല്ലാഹു പറയുന്നു. ഇതാകാൻ നമുക്ക് സാധിക്കുമോ? അള്ളാഹുവിന്റെ ദീന് കണിശമായി ജനങ്ങളോട് പറയാൻ നമ്മളല്ലാത്തൊരു ടീമില്ലെന്ന് ഉൾക്കൊള്ളുക. ഇത് നെഞ്ചിലേറ്റി ഇവിടുന്ന് പുറത്തിറങ്ങി. പലപ്പോഴും ആളുകൾ ചോദിക്കുക, എന്തിനാ അങ്ങനെ ഇത്ര
ശബ്ദത്തിൽ പറയുന്നത്. എന്തിനങ്ങനെ കാര്യം പറയുന്നത്? ദീന് തമാശയല്ല. ഇടിച്ചു കയറി മനസ്സിൽ നബിയുടെ ഖുത്ബയെ പറ്റിയാ പറയും. കണ്ണുകൾ ചുവക്കും, കോപം വർദ്ധിക്കും, അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുവന്നു കൊടുക്കും. ഒരു സൈന്യത്തിന്റെ വരവിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന കമാൻഡറെ പോലെ ആയിരുന്നു ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. സ്നേഹമായിരുന്നു അവർ തമ്മിൽ, അല്ലേ? മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫതഹിൽ പറയുന്നു, മുഹമ്മദ് നബിയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരും അശിദ്ദാഉ അലൽ കുഫാർ, സത്യനിഷേധികളോട് ശിദ്ദത്ത് പുലർത്തിയവരും റുഹമാഹു ബൈനഹും, തൗഹീദുള്ള സുന്നത്തുള്ള ഖുർആനും സുന്നത്തും അനുസരിക്കുന്ന ഒരേ ആശയത്തിൽ ഒറ്റക്കെട്ടായി നിന്നവരോട് കാരുണ്യമായിരുന്നു. ശിദ്ദത്തുണ്ടായിരുന്നില്ല, അവർ പിഴച്ചവരാണെന്ന വാദമുണ്ടായിരുന്നില്ല. ആ തൗഹീദുള്ളവരെ നെഞ്ചകത്തേറ്റി, സുന്നത്തുള്ളവരെ നെഞ്ചകത്തേറ്റി, ഇന്നൽ മുഅ്മിനൂന ഇഖ്വാ ഫഅസ്ലിഹു ബൈന അഖ്വൈകും. വല്ലാത്തൊരു തത്വം, വല്ലാത്തൊരു തത്വം. വിശുദ്ധ ഖുർആനിലൂടെ രാത്രി ഒന്ന് കടന്നു പോകാൻ സന്നദ്ധമാണോ? ഓരോ പ്രഭാതത്തിലും ഖുർആനിന്റെ 2-3 വചനങ്ങളിലൂടെ കടന്നു പോകാൻ തയ്യാറാണോ? വിപ്ലവം ഉണ്ടാവും ജീവിതത്തിൽ. പിന്നെ നിരാശല്ല, ആകുലതകളില്ല, വ്യസനങ്ങളില്ല, ദുഃഖങ്ങളില്ല, നിരർത്ഥകമായ വാക്കുകളില്ല, അരാജകത്വത്തിന് കൂട്ടുനിൽക്കുകയില്ല, അധർമ്മത്തിന്റെ വാഹകനാവുകയില്ല. ധർമ്മപാതയിൽ സുന്ദരമായ ജീവിതം നയിക്കുന്ന ഒരു വിശ്വാസിയെ സൃഷ്ടിക്കാൻ സാധിക്കുമോ? പരിമിതമായ സൗകര്യങ്ങളും സന്ദർഭങ്ങളും. എന്നാലും ഞാൻ അത്ഭുതത്തോടുകൂടി പറയണു, ഞാൻ ഒരുപാട് മസ്ജിദുകളിലും ഇവിടുത്തെ ദീനീ സംരംഭവുമായി ബന്ധപ്പെട്ട പലയിടങ്ങളിലും എനിക്ക് ഈ യാത്രയിൽ പോകാൻ കഴിയും. എന്തെന്ത് സൗകര്യങ്ങൾ, എന്തെന്ത് സംവിധാനങ്ങൾ! നമസ്കരിക്കാൻ, ഓതാൻ, കയ്യെത്തുന്ന ദൂരത്ത് ഖുർആനെത്താൻ, ഇൽമിയായ ഗ്രന്ഥങ്ങളെത്താൻ, മിക്ക പ്രസിദ്ധ ലൈബ്രറികളിലും പോകാൻ. ഇവിടുത്തെ ദാറുൽ ബിർ പോലെയുള്ള മതത്തിന്റെ മുഴുവൻ കൺട്രോളുമുള്ള ഇവിടുത്തെ ഔഖാഫ് മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങൾ, ലോകരാജ്യങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യർക്ക്, നോൺ മുസ്ലിമീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും തർബിയത്തിന്റെ, തസ്കിയത്തിന്റെ, ദഅവത്തിന്റെ എല്ലാത്തിനും വേണ്ടി ചെയ്തു തരുന്ന ആ സൗകര്യങ്ങളില്ലേ, ആ സൗകര്യങ്ങളെ മാക്സിമം ഉപയോഗപ്പെടുത്തി ജനങ്ങളുടെ ഫ്ലാറ്റുകളിൽ, കടകളിൽ, എവിടെയാണെങ്കിലും ഒരു മനുഷ്യനെ ചെന്ന് കണ്ട്, ഇന്ന് ഞാൻ തൗഹീദ് പറയും, ഒരു മദ്യപിക്കുന്നവനെ ചെന്ന് കണ്ട്, അല്ലെങ്കിൽ വസ്ത്രത്തിൽ വളരെ മോശമായ എന്റെ മലയാളി സഹോദരിയെയും കുടുംബത്തെയും കണ്ട് പരിവർത്തനത്തിന്റെ പാതയിലേക്ക് ഞാൻ അവരെ കൊണ്ടുവരുമെന്ന് പ്രതിജ്ഞ ചെയ്യേണ്ടവർ, നമ്മൾ അനുഭവിച്ച അനുഭൂതി മറ്റുള്ളവർക്ക് കിട്ടണമെന്ന് വിചാരിച്ചവർ. ചരിത്രത്തിലൊരു സംഭവം ഞാൻ പറഞ്ഞത് ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഉമർ മൗലവിയുടെ വെറുപ്പുള്ള മനസ്സുകൾ ആരും ഇവിടെ ഇല്ല. മർഹൂം കെ ഉമർ മൗലവി സാഹിബ് സൗദിയിൽ പഠിച്ചു. അബ്ദുറഊഫ് മൗലവിയും ഉമർ മൗലവിയും ഒക്കെ പഠിച്ച് പാസ്സായി. 3 റാങ്കോട് കൂടി ഉമർ മൗലവി അവിടെ പാസ്സായി. ആ സമയത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സൗദി സന്ദർശിക്കുന്നത്. ജീവിതത്തിൽ കേൾക്കാത്ത ഒരു കേട്ടുള്ളി. സൗദിയിൽ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സൗദി സന്ദർശിക്കുന്നു. അവിടെ ഉന്നത വിജയം നേടിയ ആളുകളെ, വിവിധ രാജ്യങ്ങളിലെ ആളുകളെ കാണുന്ന കൂട്ടത്തിൽ മലയാളികൾ 3 ആളുണ്ടായിരുന്നു. ഒന്ന് അബ്ദുറഊഫ് മൗലവി, ഒന്ന് അദ്ദേഹം കൊല്ലപ്പെടുക ചെയ്ത്, മക്കത്ത് വെച്ച് കൊല്ലപ്പെടുക ചെയ്തത് ആഭ്യന്തര പ്രശ്നത്തിൽ. ഉമർ മൗലവി അടക്കമുള്ള ആളുകളോട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചോദിച്ചു, ഇനി എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ നല്ല മാർക്കോടുകൂടി ഇവിടെ പാസ്സായി, യൂണിവേഴ്സിറ്റി ജയിച്ചു, നിങ്ങൾ മലയാളികളാണ്, എന്താ നിങ്ങളുടെ ഉദ്ദേശം? അബ്ദുറഊഫ് മൗലവി പറഞ്ഞു, ഇവിടുത്തെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിച്ചത് പഠിപ്പിച്ച് ജീവിക്കാൻ ഒരു അധ്യാപകനാണ് എനിക്കിഷ്ടം. മഹാനായ മനുഷ്യസ്നേഹി ഉമർ മൗലവിയോട് പണ്ഡിറ്റ് ജവഹർലാൽ ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇത് ഹസ്തദാനം ചെയ്തുകൊണ്ട് ഉമർ മൗലവിയോട് ചോദിച്ചു. പണ്ഡിറ്റ് ജവഹർലാൽ ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഉമർ മൗലവി സാഹിബിന്റെ മനസ്സ് ഓർമ്മകളുടെ തീരത്ത് ഒപ്പിയെടുത്ത മുജാഹിദുകളെ ഉമർ മൗലവി പറഞ്ഞു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട്, ഞാൻ വരുന്ന നാട് ഇരുട്ടിലായിരുന്നു. ഞാൻ ഈ സൗദി യൂണിവേഴ്സിറ്റിയിൽ വന്നു, ഖുർആൻ എന്താ, സുന്നത്ത് എന്താ, ചരിത്രം എന്താ, ഇസ്ലാം എന്താന്ന് പഠിച്ചു. എന്റെ നാട്ടുകാർ ഇരുട്ടിലാണ്. എനിക്ക് ലഭിച്ച വെളിച്ചം എന്റെ നാട്ടുകാർക്ക് കിട്ടണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനും പഠിപ്പിക്കാനുമല്ല,
എനിക്ക് കിട്ടിയ ഈ വെളിച്ചം എന്റെ നാട്ടുകാർക്ക് പകർന്നു കൊടുക്കാൻ ഞാൻ എന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് നെഹ്റുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു. ഉമർ അലിയുടെ കൈ വീണ്ടും പിടിച്ചു കുലുക്കിക്കൊണ്ട് പറഞ്ഞു, ലോകത്തിലെ ഏതൊരു വിപ്ലവകാരിയുടെ ചിന്തയാണിത്. അതുകൊണ്ട് ഉമർ, താങ്കളുടെ ആഗ്രഹപ്രകാരം ഇന്ത്യയിലേക്ക് പോയിക്കോളൂ എന്ന് ആ മഹാനായ ഉമർ മൗലവിയെ പോലെയുള്ളവർ നയിച്ച ഒരു ആദർശ പ്രസ്ഥാനത്തിന്റെ ഇടക്കണ്ണികളാകാൻ സാധിച്ചു എന്നതിൽ പടച്ചവനെ സ്തുതിക്കേണ്ടതിന് പകരം എന്തൊക്കെ വികാരങ്ങളുടെ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ കൂടുമാറിപ്പോയവരും ഒറ്റപ്പെട്ടു പോയവരും നാളെ ചെന്നായിയുടെ വായിൽ ചെന്നുപെടുന്ന ആടിനെ പോലെ ഒറ്റപ്പെട്ടു പോകുന്നുവെങ്കിൽ അർഹിക്കുന്ന ശിക്ഷ അത് മാത്രമാണത്, ഒന്നല്ലാതെ. മനസ്സിലായോ? നമ്മളുടെ കഴിഞ്ഞകാല സമൂഹം നേടിയ മഹാനായ ഉമർ മൗലവി ഒരിക്കൽ പറയുന്നുണ്ട്, സെയ്ദ് മൗലവി രണ്ടത്താണിക്ക് പനിയാന്ന് കേട്ടു, അസുഖാന്ന് കേട്ടു. അങ്ങനെ ഞാൻ രണ്ടത്താണിയിലേക്ക് കുതിച്ചു. വളരെ ചുരുങ്ങിയ നാണയമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഞാൻ സെയ്ദ് മൗലവി കിടക്കുന്നിടത്തേക്ക് കയറി ചെന്നു. ഒരു കടത്തിണ്ണയിൽ ഒരു തുണിക്കഷ്ണം ഇങ്ങനെ ചാരി ഒരു ബെഞ്ചിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സെയ്ദ് മൗലവിയെ കണ്ടപ്പോ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പാട്ടപ്പിരിവ് നടത്തി സെയ്ദ് മൗലവിക്ക് പനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ. ഇന്നെല്ലാ സൗഭാഗ്യങ്ങളോടെ മഹാകാറുകളിൽ ആനയിച്ചു കൊണ്ടുപോകുന്ന ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ഈ പ്രബോധക സംഘം അറിഞ്ഞിട്ടുണ്ടോ ഇന്നലകളുടെ ത്യാഗം, ഇന്നലകളുടെ പ്രതിസന്ധികൾ? ഏറും കൊത്തും ചവിട്ടും കിട്ടി മരിച്ചു കിടക്കുന്ന മയ്യത്ത് 7 ദിവസത്തോളം കബറക്കാതെ മുജാഹിദായി എന്നതിന്റെ പേരിൽ നമ്മുടെ പൂർവികർ അനുഭവിച്ച ത്യാഗത്തിന്റെ എന്തേറുണ്ട് നമ്മുടെ കൈകളിൽ. അതുകൊണ്ട് ഈ പ്രസംഗം ജനങ്ങളുടെ ജീവിതത്തിലെ ഒരു ഉൾക്കാഴ്ചയും വെളിച്ചവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സുഹൃത്തുക്കളെ, ജീവിതത്തിൽ നമ്മൾ ചിലത് ആലോചിക്കാറുണ്ട്. നമുക്ക് കിട്ടിയ ഈ വെളിച്ചം മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാൻ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? നമ്മുടെ പ്രവാസി ജീവിതത്തിനിടയിൽ 43 കൊല്ലമായി ഞാനിവിടെ എന്ന് ഇന്നലെ ഒരാൾ എന്നോടല്ല, 43 കൊല്ലം ഈ അറബ് നാട്ടിൽ ജീവിച്ചിട്ട് ആത്മാർത്ഥമായി നമുക്ക് പടച്ചവനോട് പറയാൻ, ഞങ്ങൾ ചെയ്തതിന്റെ അനന്തര ഫലങ്ങൾ ഇതാ പടച്ചവനെ, ഞാനുണ്ടാക്കിയ പള്ളി, ഞാനുണ്ടാക്കിയ മദ്രസ്, ഞാനുണ്ടാക്കിയ പ്രബോധന സംരംഭം, എന്റെ ചെലവിൽ നടന്ന പ്രബോധന സംരംഭങ്ങൾ അല്ലാഹുവേ നിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട്, നിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ചെലവഴിച്ച എന്റെ ദാനങ്ങൾ എന്ന് പറയാൻ പ്രബോധന സംഘങ്ങളുടെ കൂട്ടായ്മകൾ കേരളത്തിലും നമ്മുടെ നാടുകളിലും നടക്കുമ്പോൾ ഇതെങ്ങനെ നടക്കുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് ആലോചിച്ചിട്ടുണ്ടോ? എന്റെ ശമ്പളത്തിൽ നിന്ന് 500 ദിർഹം എന്നും കൊടുക്കാൻ നമ്മുടെ കൂട്ടായ്മകൾക്ക് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പരസ്പരമുള്ള സ്നേഹബന്ധത്തിൽ പോലും വഞ്ചന വന്നു പോയിട്ടില്ലേ നമ്മുടെ കാലഘട്ടത്തിൽ? സംശയത്തോടുകൂടി മാത്രം എല്ലാറ്റിനെയും നോക്കിക്കാണുന്ന ഒരു മനസ്സ് നമ്മൾക്ക് ഇടക്കാലത്ത് രൂപപ്പെട്ടു പോയിട്ടില്ലേ? ഡേവിഡ് മൂസ പിഡ്കോക്ക് എറണാകുളം സ്റ്റേറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ പറഞ്ഞൊരു വാക്ക് ഞാൻ മിക്ക പ്രസംഗത്തിലും പറയാറുണ്ട്. ഡേവിഡ് മൂസ പിഡ്കോക്ക് പറഞ്ഞു, ഒരു നല്ല ഉൽപ്പന്നത്തെ ഒരു ചീത്ത സെയിൽസ്മാൻ്റെ കയ്യിൽ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഇസ്ലാം. ഇസ്ലാം നല്ലൊരു സംഭവമാണ്. അത് ചീത്ത മുസ്ലിങ്ങളുടെ കൈകളിലാണ് കൊടുത്തിട്ടുള്ളത്. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. ഉത്തമമായ സംസ്കാരം കൽപ്പിക്കുന്ന ഒരു ജനതയെ ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ വെച്ചു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. എന്നാലും ഞങ്ങളോട് പറയുന്നത് പഠിക്കണം. ഖുർആൻ നിരന്തരമായി പഠിക്കണം, സുന്നത്ത് നിരന്തരമായി പഠിക്കണം. നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളിൽ ഖുർആനും സുന്നത്തും പാരായണം ചെയ്യുന്നത് നിങ്ങൾ ഓർക്കുക. ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് സുബൈക്ക് 2 ആയത്ത് 3 ആയത്ത് ഓതി പഠിച്ച് അർത്ഥം പഠിച്ച് MP3 ഇറക്കി നമ്മൾ മനോഹരമായി ശബ്ദത്തിൽ കാറുകളിൽ എവിടെ വേണമെങ്കിലും മൊബൈലിൽ എവിടെയും ഖുർആൻ പഠിക്കാനുള്ള ഒരു കൈ കൊണ്ട് ഞെക്കിയാൽ അധ്യായവും വചനവും വ്യാഖ്യാനവും കിട്ടുന്ന ഈ ലോകത്ത് പടച്ചോനോട് പറയാൻ കഴിയില്ല, യാ വൈലത്താല
ഇത്തഖദതു ഫുലാനൻ ഖലീലാ ലഖദ് അളല്ലനി അനി ദിക്ർ. പടച്ചോനെ, എനിക്ക് വൃത്തികെട്ടൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, ഞാൻ അവനെ സ്വീകരിച്ചതിന്റെ പേരിൽ നരകത്തിന്റെ അഗ്നിനാളങ്ങളിലേക്ക് ഞാൻ പോയി. റബ്ബനാ ആതിഹു അൽഫൈനി മിനൽ അദാബ്. ഞാൻ എന്നവരെ അന്ധമായി വിശ്വസിച്ചു. സാദത്തന വകുബറാന ഫഅളല്ലൂന സബീല. പണ്ഡിത പുരോഹിതന്മാരെ തെളിവ് നോക്കാതെ ഞാൻ എന്റെ മനസ്സിൽ സ്വീകരിച്ചു. ഇന്ന് ആലിമിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇന്ന് ആലിം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഏതാണ് ആലിം? ആ ആലിമിന്റെ യോഗ്യത എന്താണ്? അയാൾ മൻഹജുസ് സലഫ് പഠിച്ച ആളാണോ? അയാൾ ഏത് ഖുർആൻ വെച്ചാണിത് പറഞ്ഞത്? ഏത് ഹദീസ് വെച്ചാണിത് പറഞ്ഞത്? എന്തിനെ കുറിച്ചാണ് അയാൾ പറഞ്ഞത് എന്ന് സൂക്ഷ്മമായി അന്വേഷിക്കാതെ അല്ലാഹു അവതരിപ്പിച്ച ഖുർആനിലേക്കും റസൂലിന്റെ വചനത്തിലേക്കും വരൂ എന്നവരോട് പറഞ്ഞാൽ ഞങ്ങളുടെ കാരണവന്മാർ, ഞങ്ങളുടെ പിതാക്കന്മാർ തെളിവില്ലാത്തത് സ്വീകരിക്കാൻ നമുക്ക് ബാധ്യതയില്ല. സുഹൃത്തുക്കളെ, തെളിവനുസരിച്ച് ജീവിക്കേണ്ടവരാണ് വിശ്വാസികൾ. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം 5-ാം അധ്യായം 104-ാമത്തെ വചനം, 4-ാം അധ്യായം 115-ാമത്തെ വചനം എന്താ? വമൻ യുശാഖിഖുർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസഅത് മസീറ. ഹിദായത്ത് വ്യക്തമായി, അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗ്ഗം ഏതാണെന്നും ക്ലിയറായി. എന്നിട്ട് അതിനെ എതിർത്തിക്കുക. ഗൈറ സബീലിൽ മുഅ്മിനീൻ, സഹാബത്തിൻ്റെതല്ലാത്ത മാർഗവും അവർ അവലംബിച്ചു എങ്കിൽ അവർ നരകാവകാശികളാണ്, അല്ലേ? അതുകൊണ്ട് പഠിക്കാൻ തയ്യാറാണ്. സഹോദരിമാരോട് ഞാൻ അവസാനിപ്പിക്കണം. സഹോദരിമാരോട് വസ്ത്രധാരണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നെറ്റുകൾ ആസ്വദിക്കുന്നതിൽ നിന്ന് പിന്മാറണം. സീരിയലും സിനിമയും കാണുന്നതിൽ നിന്ന് എല്ലാവരും ഒഴിവാകണം. അള്ളാഹുവിൻ്റെ ഖുർആനായിരിക്കണം നമ്മുടെ നാവിൽ, പ്രവാചകന്റെ വചനമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്താൻ നമ്മൾ പരസ്പരം ഉപദേശിക്കണം. നിങ്ങൾ എന്നോട് ഉപദേശിക്കണം, ഞാൻ നിങ്ങളോട് ഉപദേശിക്കണം. എനിക്ക് പറ്റുന്ന തെറ്റൊരു പക്ഷെ എനിക്ക് മനസ്സിലാവില്ല, അത് നിങ്ങൾ പറഞ്ഞു തരണം. നമുക്ക് ഓരോരുത്തർക്ക് പറ്റുന്ന നമ്മൾ സ്നേഹത്തോടു കൂടി തിരുത്തി കൊടുക്കണം. അങ്ങനെ നന്നായി തിരുത്തുന്ന, നന്നായി പറയുന്ന, നമ്മുടെ ആദർശ കൂട്ടായ്മയുമായി നിരന്തരമായി ബന്ധപ്പെടുന്ന, ക്ലാസ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഒഴിവുള്ളപ്പോൾ സെൻറ്ററിൽ വരുന്ന, ഒന്നിച്ചിരിക്കുന്ന, ഒരു കേസറ്റ് കേൾക്കുന്ന, ഒരു ഖുർആൻ എടുത്തു വെച്ച് ഓതുന്ന, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുന്ന, അത് ചർച്ച ചെയ്യുന്ന, എപ്പോഴും ദീനുമായി ബന്ധപ്പെടുന്ന ഒരു സംഗതി നമ്മുടെ മനസ്സിലുണ്ടാകും. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നിങ്ങൾ വന്നു കാണുക, ചെറിയൊരു സംസാരം ഉണ്ടാവുക, അത്രയേ ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ കൂടുതൽ ദീൻ പഠിച്ച് മനസ്സിലാക്കുന്ന മുത്തഖികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി ഏറ്റവും നല്ല മനുഷ്യരായി, നല്ല പെരുമാറ്റത്തിൻ്റെ ഉടമകളായി, അങ്ങേയറ്റത്തെ ക്ഷമ. ഞങ്ങളോട് പറയാണ്, ഇന്ന് നമുക്ക് ആവശ്യമുള്ളത് അങ്ങേയറ്റത്തെ ക്ഷമയാണ്. ഏത് പ്രശ്നങ്ങളുണ്ടാവുമോ ക്ഷമിക്കാനുള്ള അങ്ങേയറ്റത്തെ കഴിവ്. വ്യക്തിപരമായി നമ്മൾ ആൾ തല്ലിയാലും വിമർശിച്ചാലും ഒന്നും നമ്മൾ അതിന് പ്രതികരിക്കേണ്ട. ആശയതലത്തിൽ ശക്തമായ പ്രതികരണം അനിവാര്യവുമാണ്. തെറ്റിലേക്ക് മനുഷ്യരെ നയിക്കുമ്പോൾ, ശരിയിൽ നിന്ന് മനുഷ്യരെ തെറ്റിലേക്ക് നയിക്കുമ്പോൾ മനുഷ്യരെ അത് ബോധ്യപ്പെടുത്തേണ്ടതും അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. സ്നേഹിച്ചുകൊണ്ടായിരിക്കട്ടെ അത് എല്ലാം എന്ന് എന്നെ സ്വയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, നമ്മൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നല്ല സംരംഭങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ ഉച്ചക്ക് ഞാൻ കുവൈത്തിലേക്ക് പോകും. വെള്ളിയാഴ്ച അവിടെ ഒരുപാട് കുഞ്ഞുമുഹമ്മദ് മദനി പറപ്പൂര്, ഹാരിസ് ബിൻ സലീം, അതുപോലെ സാബിർ നവാസ്, അതുപോലെ ഈ ഉള്ളവൻ ഒരുപാട് ആളുകളുടെ അത് കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് എന്ന വിഷയമൊക്കെ അവിടെ അവതരിപ്പിക്കുന്നത്. പറ്റുമെങ്കിൽ ബൈലക്സന സെഞ്ചറിലും അല്ലാത്തൊക്കെ സൗകര്യങ്ങളുണ്ടാവും. എല്ലാവരും നിങ്ങൾ കേൾക്കണം, നിങ്ങളതൊക്കെ പബ്ലിസിറ്റി നൽകണം. അവിടെ നടക്കുന്ന ഓരോ പ്രോഗ്രാമുകളും വളരെ കനപ്പെട്ട നിർദ്ദേശങ്ങളുള്ള, ഇപ്പോൾ എഴുതി നോട്ടാക്കി അത് പ്രിപ്പയർഡായി ചെയ്യുന്ന പ്രസംഗങ്ങളാണ് അവിടെ നടക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് മനസാന്നിധ്യത്തോടെ ഞാൻ പറയുന്നത്, സമൂഹത്തിന് മാറ്റം ഉണ്ടാവണം. അതുണ്ടാക്കാൻ വേണ്ടി ആയിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ പറയുന്ന കാര്യത്തിൽ നമ്മളായിരിക്കണം ഒന്നാമത്തെ മാതൃക. നമ്മൾ ജനങ്ങളെ അങ്ങേയറ്റം അങ്ങോട്ട് ചെന്നിടപെട്ടും നമ്മളോട് മിണ്ടാതെ പോകുന്നവരോട് പോലും ഏയ് എങ്ങട്ടാ ചിന്നെ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി ചെന്ന് സംസാരിച്ച് ഇനിയൊന്നും നമ്മളെ കണ്ടിട്ടും കണ്ടിട്ടില്ല എന്ന് അടിച്ചാലും അയ്യ നമ്മൾ പറയണ്ട,
അവനെ കണ്ട് സലാം പറഞ്ഞ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ എവിടെയാണ് എന്താണ് ഇതിനൊന്നും ഒരു കുറവ് ഒരാളും വിചാരിക്കേണ്ടയില്ല. ആ ഒരൊറ്റ പെരുമാറ്റമായിരിക്കും പിന്നെ നമ്മുടെ ഒരു പ്രസംഗം കേൾക്കണമെന്ന് അവന് തോന്നിയിട്ടുണ്ടാവുക, അതവന് വെളിച്ചായിട്ടുണ്ടാവാം. അതുകൊണ്ട് വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും സമാവില്ല. യുഎയിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് അനുകൂലങ്ങളുണ്ട്, നല്ല നല്ല പ്രാസംഗികരിവിടെയുണ്ട്. അവരെ മാക്സിമം ഉപയോഗപ്പെടുത്താനും സർവത്ര അവരിൽ നിന്ന് ഇൽമ നേടാനും തെറ്റ് പരസ്പരം ഉണ്ടാകുമ്പോൾ തിരുത്തി കൊടുക്കാനും ഒക്കെ സാധിക്കുന്ന, പടച്ചോനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണെന്ന് ബോധ്യപ്പെട്ടാൽ അത് ചെയ്യാൻ ശ്രമിക്കുന്ന, അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന, അങ്ങേയറ്റം ചിലത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ജനൊന്ന് പഠിപ്പിച്ചതാ എന്ന് നല്ല രൂപത്തിൽ പറഞ്ഞ് നല്ല ഒരു കൂട്ടായ്മയായി നമുക്ക് കിട്ടിയ വിളിച്ച അത്രയെങ്കിലും ബാക്കിയുള്ളവർക്കും കിട്ടണ്ടേ? അതൊന്നും കിട്ടാത്ത ആളുകൾക്ക് നമുക്ക് ഇത്രയൊക്കെ കിട്ടി, നമ്മൾ ഇത്ര കിട്ടിയിട്ട് ഇത് പോരാറിന് നമ്മളെല്ലാവരും മാറിപ്പോയാൽ ഈ കിട്ടിയ അത്രയും ബാക്കിയുള്ളവർക്ക് കിട്ടാൻ ഇവിടെ ആരെങ്കിലും ഒക്കെ പ്രവർത്തിക്കണ്ടേ? മനസ്സിലായില്ല. നമുക്ക് കിട്ടി, ഇത് പോരാ, ഇനി ഒരുപാട് പഠിക്കണം, മരിക്കുന്നവരെ പഠിച്ചാലും തീരുവോ? ഇല്ല, ഉറപ്പാണല്ലോ. ഇതിൽ കൂടുതൽ നമുക്ക് കിട്ടും. ശരി, എന്നാൽ ഈ പ്രവർത്തനമൊക്കെ നിർത്തി, സെക്രട്ടറി സ്ഥാനമൊക്കെ ഒഴിവാക്കി, ബാക്കിയുള്ളതൊക്കെ നിർത്തി ഞാൻ അങ്ങോട്ടായിട്ട് പോയാൽ ഈ എത്തിയിടത്തേക്ക് ബാക്കിയുള്ളവരെ എത്തിക്കാൻ കുറച്ച് ആൾക്കാർ ഇവിടെ വേണ്ടേ? അതാരാ? അതിന് നമ്മൾ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒന്നിനെയും ചെറുതാക്കി കാണരുത്. ഒന്നിനെ അതിൻ്റെ ഒക്കെ ഒരു ഗൗരവവും എഫേർട്ടും മനസ്സിലാക്കുന്നവർക്ക് അത് മനസ്സിലാവും. അതിൻ്റെ ഒരു ത്യാഗവും അധ്വാനവും കഷ്ടപ്പാടും ഒക്കെ എല്ലാവർക്കും മനസ്സിലാവും അല്ലേ സുഹൃത്തുക്കളെ? അത് മനസ്സ് തട്ടി മനസ്സിലാക്കിയിട്ട് അള്ളാഹിനെ മുൻനിർത്തിയിട്ട് പടച്ചോനെ അസൂയയും വിദ്വേഷവും ഇല്ലാത്ത, കെടുമ്പും പകയില്ലാത്ത, ശത്രുത ഇല്ലാത്ത, കക്ഷിത്വമില്ലാത്ത തെളിഞ്ഞൊരു മനസ്സ് അള്ളാഹുവേ ചരണേന്ന് പ്രാർത്ഥിച്ചിട്ട് പടച്ചോനിലേക്ക് അങ്ങോട്ട് അടുത്ത് നല്ല ജീവിതം നയിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.